തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സൈബർ ഇടങ്ങളിൽ രാഷ്ട്രീയ ചൂട് മുറുകുകയാണ്. അതിനിടയിലാണ് മത്സരിച്ചുള്ള വ്യാജ പ്രചരണം. പല നേതാക്കളും പാർട്ടി മാറുന്നു എന്ന പ്രചരണമാണ് പ്രധാനമായും പടച്ചുവിടുന്നത്. CKP പത്മനാഭൻ, ഷാനിമോൾ ഉസ്മാൻ, PP ദിവ്യ, അങ്ങനെ പലരും പാർട്ടി മാറുന്നു എന്ന വ്യാജ പ്രചരണമൊക്കെ സൈബർ ഇടങ്ങളിൽ പൊടി പൊടിക്കുകയാണ്. കേരളത്തിൽ വിസ്മയം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതോടുകൂടിയാണ് ഇത്തരം ഒരു പ്രചരണത്തിന് കളമൊരുക്കാൻ ചിലരൊക്കെ തീരുമാനിച്ചത്. അത് ഒരു ആയിഷപ്പോറ്റിയിൽ ഒതുങ്ങില്ല എന്ന സൂചന നൽകി സൈബർ ഇടങ്ങൾ അത് പരമാവധി ആഘോഷിച്ചു. അതേസമയം കേരളത്തിൽ ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തറപ്പിച്ച് പറയുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. ഏതായാലും ഇത് ഒരു അവസരമാക്കിയെടുത്ത സൈബർ പോരാളികൾ ജനങ്ങളെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്താണ് സത്യം, ഏതാണ് വ്യാജൻ, ഇതൊന്നും അറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് സാധാരണക്കാർ. സമൂഹ മാധ്യമങ്ങളെ ഇങ്ങനെ ദുരുപയോഗം ചെയ്ത് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാനാകുമോ എന്നാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ നമ്മുടെ ശശിധരൻ വയലാറാണ്. ശ്രീ ശശിധരൻ വയലാർ, സൈബർ ഇടങ്ങളിൽ വ്യാപിക്കുന്ന വ്യാജ പ്രചരണങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? നമസ്കാരം മനു. നമസ്കാരം. എന്തുണ്ട്, നല്ല ട്രോളുകളാണ് നടക്കുന്നത്. ട്രോളിനെ പറ്റി പറയുമ്പോഴേ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ ഒരു സ്ക്രീൻഷോട്ട് ഇപ്പൊ വൈറലാണ്, അത് നിങ്ങൾ അറിഞ്ഞായിരുന്നു? എനിക്കെതിരെ വ്യാപകമായ അതല്ല നിങ്ങളുടെ സീനയാണ് ഇപ്പൊ താരം. സഹാൻ എന്ന സീന എന്നാ അവരുടെ പേര്, സീനയാണ്. നിങ്ങള് തർക്കിച്ചതല്ലേ പിന്നെ രാഹുലിന്റെ മനസ്സിലായി. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇപ്പം അലക്കിയിട്ട് 500 പേരൊക്കെയാണ് ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യണത്. ഉണ്ടായിരുന്നു ഒരുപാട് സ്ക്രീൻഷോട്ട് പലരായിട്ട് എടുത്തിട്ടുണ്ട്. ഞാനത് പൊതുവേദിയുടെ സ്ക്രീൻഷോട്ട് കണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം. കാരണം ഇതിനകത്ത് വരുന്ന പലരും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കാരണം പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ കൊള്ളില്ലാത്ത സാധനങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. എന്റെ സങ്കടമൊന്നും അല്ല മനു, നിങ്ങൾ ഈ പറയുന്ന ട്രോള് നമുക്ക് സഹിക്കാം. പക്ഷേ വീട്ടിലിരിക്കുന്ന അച്ഛൻ, അമ്മ, മുത്തച്ഛൻ, അവരെ വരെ നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന, തെറി വിളിക്കുന്ന ഈ ഒരു സംവിധാനം, ഈ ഒരു ശൗചാലയ ചുമർ സംസ്കാരം പലയിടങ്ങളിലും ഇത് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ? സമൂഹ മാധ്യമം പോയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. സമൂഹ മാധ്യമം ഇപ്പൊ തുറന്നു നോക്കാൻ കൊള്ളാത്ത അവസ്ഥയിലോട്ട് എത്തി. കാരണം പറഞ്ഞാൽ അത്രയ്ക്ക് വൃത്തികെട്ട ഭാഷയാണ്. കാരണം പിള്ളേർ പോകുന്നിടത്താൽ നമ്മൾ തട്ടിപ്പറിച്ചുകൊണ്ട് ഓടിക്കളയുന്ന അവസ്ഥയിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. കാരണം അത്ര വൃത്തികേടെന്ന് പറഞ്ഞാൽ ഇതുവരെ കേട്ടില്ല. ഇപ്പം സതീശനും പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയും MV ഗോവിന്ദനും ഒക്കെ വരെ പോകുമെന്ന് വരെ ആയിട്ടുണ്ട്. ഇപ്പം സംഖ്യാകാമോണെന്നും പറഞ്ഞൊക്കെയാണ് ഇപ്പൊ ട്രോള് വരുന്നത്. അപ്പൊ അതിനൊരു ക്ഷാമവും ഇല്ല, അതോട്ട് ഇതിനൊരു നിയന്ത്രണവും ഇല്ല മനു. അതാണ് സങ്കടം വരുന്നത്. വല്ല നിയന്ത്രണം ഉണ്ടാ? വീട്ടിൽ ഇരിക്കുന്നവരെന്ത് പഴിച്ച് അവരെ തെറി പറയുക, അവരുടെ പിന്നെ പൂർവ്വചരിത്രം പറയുക, എന്തൊരു കഷ്ടമാണ്. ഒരു നായരെന്ന സമുദായം, ഞാൻ നായർ സമുദായത്തിൽപ്പെട്ടതാണ്. പക്ഷെ ഞാൻ ഇടാൻ പേടിക്കണം, ഈ പിന്നെ കമന്റ് ഇടാൻ പേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതീയമായിട്ട് കണ്ടമാനം അധിക്ഷേപിച്ചു കളയും. നമ്മൾ പറയുന്നത് ഏതായാലും ഒരു കൂട്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. അപ്പൊ മനുവിനോട് ഞാൻ സംസാരിക്കണ എനിക്ക് ധൈര്യമുണ്ട്. ഏറ്റവും അഭിപ്രായം പറഞ്ഞാൽ മനു അത് ന്യായമായിട്ടേ പ്രതികരിക്കത്തുള്ളൂ. എനിക്ക് ആ ഒരു ധൈര്യമുണ്ട്. പക്ഷെ വേറൊരാളോട് പറയാൻ എനിക്ക് പേടിയാണ്. കാരണം തന്നെ നമ്മുടെ പൂർവ്വരെയും പറയും, വീട്ടിലിരിക്കുന്നവരെയും പറയും, എന്റെ കുഞ്ഞിലെ വിളിച്ചു പോയി എന്റെ അച്ഛനെയും അമ്മയൊക്കെ പറയും. അതാണ് അവസ്ഥ. അപ്പൊ ഇതൊരു വലിയൊരു പ്രതിഭാസമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമൂഹത്തിന്റെ ശാപമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനു അത് ശ്രദ്ധിക്കാഞ്ഞിട്ടായിരിക്കും. മനുവിന് സമയമില്ല. പക്ഷെ ഫേസ്ബുക്ക് നോക്കുന്ന ഒരുത്തരോട് ചോദിച്ചാൽ വിവരം പറയും. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. നമ്മുടെ ശ്രീ കുഞ്ഞാമത് പിന്നെ എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കുഞ്ഞാമത് ഒരു പാർട്ടി മെമ്പറാണ്. ശ്രീ കുഞ്ഞാമത്, ഈ പല വ്യാജ പ്രചരണങ്ങളും നടത്തുമ്പോഴും പാർട്ടി പ്രവർത്തകർ ഇത് സത്യമാണെന്ന് വിശ്വസിച്ച് അവർ ഇത് ചെയ്യുകയാണോ, അതോ ഇത് വ്യാജമാണെന്ന് അറിഞ്ഞ് എന്നാൽ ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് പ്രചരിപ്പിക്കുകയാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഇന്നിപ്പോ പ്രധാനപ്പെട്ട വാർത്ത ബീഹാറിൽ വന്നിക്ക്. കാരണം 6 MLA കോൺഗ്രസിനുള്ള ആകെ 6 ആള് BJPയിലേക്ക് പോലുള്ള വാർത്തയെ ഇപ്പം കേരളം കേട്ടോണ്ടിരിക്കുന്നത്. അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ലേ? ഇപ്പൊ ഒരു മുൻ MLA നിങ്ങളുടെ അങ്ങോട്ട് പോയില്ലേ കോൺഗ്രസിലേക്ക്? അപ്പൊ ചിലർ അങ്ങോട്ട് പോകും, ചിലർ ഇങ്ങോട്ട് വരും, ചിലർ BJPയിലേക്ക് പോയി. 6 കൊല്ലമായി ഒരു കമ്മിറ്റിയിൽ പങ്കെടുക്കാത്ത ഐജാപ്പറ്റി 3 പ്രാവശ്യം ഞങ്ങൾ MLA ആക്കി, 2 പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി, അതേപോലെ പലതവണ MLA ആക്കിയവരാണ് അവിടെ ബീഹാറിലും പോയത്. എന്ത് ചെയ്യാൻ കഴിയും?
അധികാരത്തിന്റെ അപ്പകഷത്തിന് വേണ്ടി ഇപ്പൊ കീഴതാ. അതിനൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ ലോകാടിസ്ഥാനത്തിലുള്ള ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാ. ഞാൻ അനങ്ങാപ്പാറിയാ, ഞാൻ അവിടെ തന്നെ നിൽക്കും. എന്ത് കുതൂഹലം മറിച്ചാൽ ഞാളുണ്ടാ. ഞാൻ 4 ആളെ കണ്ടു നിൽക്കുന്നതല്ല. ലോകം അടിസ്ഥാനത്തിലുള്ള ഒരു ആശയത്തിൽ വിശ്വസിക്കുന്നവരാ ഞാള്. ലോക 3-1 ഭാഗം കമ്മ്യൂണിസ്റ്റുകാരാ ലോകത്ത്. നിങ്ങൾ പരിശോധിക്ക്, 3-1 ഭാഗം. ഞാനിവിടെ 4 ആളെ കണ്ട് ഇപ്പൊ സതീശൻ പോകാ വിശ്രമ ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വീട്ടിൽ പോയി പോരുന്നോ എന്ന് ചോദിച്ചാ ഇതെന്ത് രാഷ്ട്രീയത്? ഇതാ വിസ്മയം. മെയ് 21 ഞാൻ സൂര്യൻ നിൽക്കുന്നത് കാണിച്ചു തരാം. ഒത്തിരി നമുക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ ഏതായാലും അന്ന് അങ്ങും ഉണ്ടാവും, ഞാനും ഉണ്ടാവും പൊതുവേദിയിൽ. നമുക്ക് അന്ന് ശ്രീ ബാലകൃഷ്ണൻ വടകര എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ബാലകൃഷ്ണൻ വടകര, സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾ അത് വോട്ടർമാരെ സ്വാധീനിക്കുമോ? സാർ നമസ്കാരം. നമസ്കാരം. ഈ വ്യാജ പ്രചരണങ്ങൾ വലിയ കഷ്ടം തന്നെയാണ് സാർ. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആജ് 9-ാം തീയതി, നാളെ ആജ് 10-ാം തീയതി, ഇതൊക്കെ ഇങ്ങനെ അതിനൊന്നും ഇപ്പൊ ആരും ഒരു വില കൽപ്പിക്കുന്നില്ല. പിന്നെ CPIM-ഉം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലോകരാജ്യത്ത് മൊത്തത്തിലുണ്ട്. പക്ഷെ ഇന്ത്യൻ പാർലമെന്റിൽ അതുകൊണ്ടൊന്നും കൈവക്കിത്തരം നിയമം പാസ്സാക്കുവാനാവില്ലല്ലോ. ബഹുമാന്യ പ്രേക്ഷകരോട് പറയാനുള്ളത്, ലോകരാജ്യത്ത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, പക്ഷെ ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യൻ ജനാധിപത്യത്തിലും ഇന്ത്യൻ ഭരണഘടനയിലും അവർക്കൊരു പുല്ലും മുറിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് അവിടെ വേണമെങ്കിൽ അവിടുത്തെ പാർലമെന്റിലോ സഭകളിലോ എന്തൊക്കെ ചെയ്യാം. അപ്പൊ ഇതൊരു ഉങ്കൊന്നും വേണ്ട. ഭരണത്തിലൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ വരാൻ സാധ്യതയുണ്ട്. കാരണം അതെന്താ വെച്ചാൽ അത് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ശിവദാസൻ കൂടി എന്നോടൊപ്പം ചേരുന്നു, ബാലരാമപുരത്ത്. അതിന് മുമ്പേ നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ ഷിജു കുര്യത്ത് എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. എന്നോട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുഖമാണെന്ന് ഞാനും പറയുന്നു. ആരോഗ്യ ഗായിരം ഓക്കെ. കേരള അറ്റ് ഇറ്റ് സ്പീക്ക് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കേരള അറ്റ് ഇറ്റ് സ്പീക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹായ് മനു എന്ന് എന്നോട് കിഷോർ കോന്നി പറയുന്നു. അരുന്ധതി കോലംപറമ്പത്ത് മനു നമസ്കാരം എന്ന് എന്നോട് പറയുന്നുണ്ട്. ബ്ലൈറ്റി ഡേയ്സ് ലണ്ടനിൽ നമ്മുടെ പൊതുവേദി കാണുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ കേരളം നമ്പർ 1 എന്നോട് പറയുന്നു. അത് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. സദാനന്ദൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഇന്ത്യ വിസ്മയമാണ്, ബീഹാറിലും വിസ്മയം, കേരളത്തിലും വിസ്മയം, മൊത്തത്തിൽ വിസ്മയമാണെന്നാണ് പറയുന്നത്. ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് എന്നോട് ഇപ്പം ചേരുന്നു. ശിവദാസൻ, ഈ വിസ്മയം ഇങ്ങനെ പാർട്ടി മാറുന്നു എന്ന് പറയുന്നു. ചിലത് വ്യാജമാണ്, ചിലത് യാഥാർത്ഥ്യമാണ്. ഇതിപ്പോൾ വിശ്വസിക്കാൻ പറ്റും ഏത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ അറിയാൻ ആകെ ആശയക്കുഴപ്പമാണോ ശ്രീ ശിവദാസൻ? നമസ്കാരം സാറേ. ഇവിടെ പാർട്ടിക്കാർ മാറുന്നത് പല വർഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഐഷ പൊറ്റി മാറി, അവര് 3 വർഷം MLA ആയിരുന്നു. ഇപ്പൊ അവർ തള്ളി പറഞ്ഞല്ലോ, അവര് കമ്മിറ്റിക്ക് പങ്കെടുക്കില്ല, ഒരു വിവരമില്ല. അങ്ങനെയുള്ള ആൾക്കാരല്ലോ CPM-ലുള്ളത്. പക്ഷെ എന്ത് പ്രശ്നമൊക്കെ വന്നാലും എന്തൊക്കെ വീടോറും ഇപ്പം നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിയ സംസ്ഥാന ഇന്ത്യയിലെ ജനറൽ സെക്രട്ടറി ഓരോ വീട്ടിലും വോട്ട് കേട്ട് പോകുന്നു. നമ്മൾ നല്ലവരാണ് 9 വർഷക്കാലം ഭരിച്ച കാര്യം ജനങ്ങളുമായി സംവദിക്കുന്നത്, അവിടെ പോയി ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതൊക്കെ നല്ലതല്ലേ വീടുകളിൽ? ഓക്കെ സാർ, 9 വർഷക്കാലം ആ ജനങ്ങൾക്ക് അറിയില്ലേ ഈ പാർട്ടി ചെയ്തെന്ന്? അപ്പൊ അത്രയും വിശ്വാസക്കുറവ് ഉണ്ടാകുവാണോ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് ജനങ്ങൾ വോട്ട് ജയിച്ച് വന്നപ്പോ വേദാതി എന്താ? ജനങ്ങൾക്കറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞ ഭാഷയാണ്. ജനങ്ങൾക്കറിയാം എവിടെ വോട്ട് ചെയ്യണം, എങ്ങനെ വോട്ട് ചെയ്യണം, ആക്കോട്ട് ചെയ്യണം, ആലോചിച്ച് ചെയ്യേണ്ട നല്ല ബുദ്ധി കേരള ജനതയ്ക്കുണ്ട് സാർ. അത് ആദ്യം CPM മനസ്സിലാക്കും. CPM ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ ചെയ്ത പ്രവൃത്തികള്, കള്ളന്മാരും കൊള്ളക്കാരന്മാരും ഈശ്വരനെ പോലും ആചാരങ്ങൾ ദൈവത്തെ വെറുതെ വിടാത്ത ഈ CPM കൊള്ളയടിച്ച് അവസാനം എല്ലാം കൊള്ളയടിച്ച് ഇപ്പൊ അവസാനം നെയ്യിലും കൊള്ളയടിച്ചു. ഓക്കെ, ശ്രീ ജയരാജൻ കാടാമ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ ജയരാജൻ, ഈ സൈബർ ഇടങ്ങളെ ദുരുപയോഗം ചെയ്താൽ വോട്ടർമാരെ വശത്താക്കാം എന്ന് കരുതുന്നതാണോ? അതോ ഇരിക്കട്ടെ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ എതിരാളിക്ക് ഒരു കൊട്ട്, ഭരണപക്ഷത്തിന് ഒരു കൊട്ട് എന്നൊക്കെയുള്ള തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണോ? എന്താണ് അതിൻ്റെ ഒരു സൈക്കോളജി അങ്ങേക്ക് തോന്നുന്നു? നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് സാറിന്? കുഴപ്പമൊന്നുമില്ലല്ലോ? സുഖം. ഓക്കെ. പിന്നെ ഇപ്പം വ്യാജ പ്രചരണം എന്ന് പറഞ്ഞാൽ സാറേ, നമ്മുടെ എല്ലാവർക്കും കേരളത്തിൽ ഇപ്പൊ എല്ലാ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും അവരുടെ വിരൽ തുമ്പിലാണ് അറിവിരിക്കുന്നത്. പണ്ടൊക്കെ പത്രമാധ്യമങ്ങളും TV ന്യൂസുകളും ആയിരുന്നു നമുക്ക് ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്. അതിലെന്ത് നുണപ്രചരണമെങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ അറിവുണ്ടായിരുന്നില്ല. ഇപ്പതല്ല. ഇപ്പം എല്ലാ ഒരു 5 വയസ്സായ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു മൊബൈൽ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന കാര്യം ഒന്ന് സെർച്ച് ചെയ്ത കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോനത് കറക്റ്റ് ആയിട്ട് എടുത്തിങ്ങ് തരും.
അപ്പോൾ ഈ പല 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 ആളുകൾ ഇതിങ്ങനെ അടിച്ചു വീഴ പക്ഷേ ചില അഭ്യൂഹങ്ങൾ ഇങ്ങനെ പറക്കുന്നുണ്ട്. ഇപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഭാവന സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നുണ്ട്, സഞ്ജു സ്ഥാനാർത്ഥിയാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും ചില പ്രചരണങ്ങളുണ്ട്. സത്യമാണോ ഇതൊന്നും എനിക്ക് പോലും കൺഫേം ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നമ്മളെക്കാളും ഏറ്റവും ആദ്യം അതിന്റെ റിപ്പോർട്ട് എത്തേണ്ട സാറിന്റെ കയ്യിലാണല്ലോ. പിന്നെ വ്യാജ പറഞ്ഞിട്ടും അത് ഈ ഒരു തൊഴിലില്ലാതിരിക്കുന്നവർക്ക് എന്തെങ്കിലും എഴുതി കൂട്ടിട്ട് വിൽക്കണം അതങ്ങനെ പടച്ചു വിടുന്നതാണ്. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഇനി രാഷ്ട്രീയ പാർട്ടി നേരിട്ട് വന്ന് അവര് ഇന്നലെ ജോസ് കെ മാണി അദ്ദേഹം കറക്റ്റ് വന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ ഇന്നും നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്, എപ്പം വേണമെങ്കിലും സ്വാഗതം എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വരികയാണ്. കുറച്ചൊക്കെ നമ്മള് ഇല്ല 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 എന്ന് രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാലും നിങ്ങളൊന്ന് വരുവോ ഞങ്ങളുടെ വാതിൽ എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ ഒരു സമയത്ത് ചവിട്ടി പുറത്താക്കുക, ഒരു സമയത്ത് ഇങ്ങോട്ട് വരി എന്ന് പറയുക. പിന്നെ എല്ലാവരും പറയുന്നത് ഇപ്പം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്, അതല്ല വിഷയമെങ്കിലും ഓരോരുത്തരും പറയുന്ന കേൾക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഇതിനേക്കാളും മോശമായ ഒരു അവസ്ഥ 2010 ഉണ്ടായിരുന്നില്ല, സാറിനൊക്കെ അറിയായിരുന്നല്ലോ. ഒരു പാർട്ടി അപ്പോൾ ഏതായാലും വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായന്മാരെ ആളുകൾ കാത്തു നിൽക്കുന്നതുകൊണ്ടാണ്. വളരെ നന്ദി പ്രതികരിച്ചതിന്. ബിനുകുമാർ എന്നോടൊപ്പം ചടയമംഗലത്ത് നിന്ന് ചേർന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ജയകുമാർ പൊതുവേദിയിൽ വന്നിട്ടുണ്ട്. തന്ത്രി ഉള്ളിലാണ് എന്ന് നമ്മുടെ ശിവദാസൻ ബാലരാമപുരത്തെ ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ഇപ്പം മോഷണമാണ് കേരളത്തിൽ പ്രധാന കാര്യം എന്ന് കേരള നമ്പർ 1 പറയുന്നു. ഇപ്പോൾ സുനിൽകുമാർ എന്നോട് നമസ്കാരം പറയുന്നുണ്ട്. സുനിൽകുമാർ നമസ്കാരം. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ആയാറാം ഗയാറാം. ഓക്കെ ഞാനത് എനിക്ക് മനസ്സിലായില്ല. യെസ്, അപ്പോൾ സുനിൽകുമാർ നേരത്തെ പറഞ്ഞ ആയാറാം ഗയാറാം പരിപാടി പണ്ട് ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വരിക, ആ പാർട്ടി മാറുമ്പോൾ അധികാരം മാറുമ്പം മറ്റേ പാർട്ടിയിലേക്ക് പോവുക, ഇങ്ങനത്തെ ഒരു പരിപാടി ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതിനെയാണ് ആയാറാം ഗയാറാം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഷിജു ഉദ്ദേശിച്ചത്. അതിപ്പോൾ കേരളത്തിൽ വ്യാപകമായി നടക്കുന്നു എന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ റീച്ചും ലൈക്കും കിട്ടാൻ എന്ത് പ്രചരണവും നടത്താനും സ്വന്തം നഗ്നത പ്രദർശിപ്പിക്കാനും തയ്യാറായ ഒരു സമൂഹമായി കേരളം മാറിയിരിക്കുന്നു എന്ന് VC തോമസ് എന്നോട് പറയുന്നത്. VC തോമസ് പറഞ്ഞ ഒരു വളരെ വളരെ ശരിയായ കാര്യമാണ്. ലൈക്കും റീച്ചും കിട്ടാനും എന്തെങ്കിലുമൊക്കെ പ്രചരിപ്പിക്കാനും ഒക്കെ പറ്റുന്ന ഒരിടമായി സോഷ്യൽ മീഡിയകൾ മാറുന്നു എന്ന ഒരാശയക്കുഴപ്പം അവിടെ നിലനിൽക്കുകയാണ്. ഓക്കെ, ബിനുകുമാർ എന്നോടൊപ്പം ചേർന്ന് ചടയമംഗലത്ത്. ബിനുകുമാർ, ഹലോ. രാഷ്ട്രീയ വ്യാജ പ്രചാരണത്തിൻ്റെ ഒരു കേന്ദ്രമായി സമൂഹ മാധ്യമങ്ങൾ അതപ്പതിക്കുന്നുണ്ടോ? തീർച്ചയായും സാറേ, അതിന് നമുക്ക് ഏകദേശം നമ്മളിപ്പം അതിനെ കുറ്റം പറയുന്ന രീതിയിലാണെങ്കിലും ഒരു 10% വോട്ടർമാരെയൊക്കെ സ്വാധീനിക്കാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ സൈബർ വർക്കർമാർ ചെയ്യുന്നുണ്ട്. അതൊരു പരിധി വരെ ചില മനുഷ്യരെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് എന്റെ അഭിപ്രായം. പണ്ടൊരു അടി കൊടുക്കുന്നതിന് വരെ ഇപ്പൊ സൈബർ ആക്രമണവും സൈബർ ബുള്ളിങ്ങുമാണ് ഒരു വഴിയായിട്ട് പലരും അല്ലേ? അതെ. അതുപോലെ തന്നെ നമുക്കിപ്പോ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമുക്കൊരു വാചകം കിട്ടിയിട്ടുണ്ട് സാറേ, കേരളത്തിലെ രാഷ്ട്രീയത്തില് വിസ്മയം സതീശന്റെ സംഭാവനയാണ്. അതെ, വിസ്മയം. അദ്ദേഹത്തിന് ഇപ്പം ഐഷാപ്പൂറ്റി വന്നപ്പോൾ അതൊരു വിസ്മയം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് അടുത്ത ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് പോകുമ്പോൾ ഒരു വിസ്മയം. പക്ഷെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു വിസ്മയമുണ്ട്. അത് ഒരാൾ പോകുന്നതിലല്ല, ഓരോ സ്റ്റേറ്റുകൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിസ്മയത്തിലാണ് ദേശീയ അധ്യക്ഷനായ നമ്മുടെ രാഹുൽ ഗാന്ധി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അഖിലേന്ത്യാ തലത്തിൽ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു വലിയ വിസ്മയം തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ വിസ്മയമാണ് സൈബർ ഇടത്ത്. അപ്പോൾ അവർ ഇതൊക്കെ പലതും പറയുന്നു, ചിലതൊക്കെ സത്യമാണെന്നാണ് താങ്കൾ പറയുന്നത്, അങ്ങനെയാണോ? സാർ, അതുപോലെ തന്നെ ഈ സൈബർ ഇടങ്ങളിലെ ഈ കള്ളത്തരങ്ങളൊക്കെ ചെറിയ പാർട്ടികൾക്ക് ഗുണം ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്നലെ വരെ BJPക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലേക്ക് അവർ കയറി ചെന്ന് അവരൊരു 15% മുതൽ 20% വരെ കഴിഞ്ഞ ഇലക്ഷനിൽ അവർ സ്വാധീനം ഉണ്ടാക്കിയപ്പോൾ ഈ ചെറിയ പാർട്ടികൾ ഈ രണ്ട് മുന്നണിയിലായിട്ടുണ്ട്. ചില പാർട്ടികൾക്ക് 0.9% വന്ന പാർട്ടികൾക്ക് പോലും 1 MLA 2 MLA ഒരു മന്ത്രിയൊക്കെ കൊടുത്ത ചരിത്രമുണ്ട്. അവിടെ 20% ഉള്ള BJPക്ക് ഇവിടെ MLA ഇല്ലെന്നുള്ളൊരവസ്ഥയിൽ ഈ ചെറു പാർട്ടികൾക്ക് സീറ്റ് കിട്ടാതെ വരുന്ന സാർ നോക്കിയോ, പലരും BJPയിലേക്ക് വരും, ചില ആൾക്കാർ ഇടതുപക്ഷത്തിൽ നിന്ന് കോൺഗ്രസിൽ പോവും. അത് സീറ്റിങ്ങിന്റെ ഒരു വീതം വെപ്പ് ആവുമ്പോൾ സാറിന് മനസ്സിലാവും. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ കക്കറാട്ട് എന്നോടൊപ്പം ചേരുന്നു. ഹായ് ബ്രോ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നുണ്ട്. ഹായ് കക്കറാട്ട്. അപ്പോൾ കക്കറാട്ടിനെ പക്ഷേ കുറേ ദിവസമായിട്ട് കണ്ടില്ല. ഞാൻ കുറച്ച് ദിവസമായിട്ട് കാണാത്തത്. ഇപ്പോൾ എവിടെയാണ്, തിരക്കിലായിരുന്നെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചന്ദ്രബാബു എന്നോടൊപ്പം കായംകുളത്തുനിന്ന് ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രബാബു കേൾക്കാമോ? കേൾക്കാം. ശ്രീ ചന്ദ്രബാബു സമൂഹ മാധ്യമങ്ങൾ നിരന്തരം നിരീക്ഷിക്കുന്ന ആളാണോ? അതെ. എന്ത് തോന്നുന്നു ഇത് കാണുമ്പോൾ? പലതരം രാഷ്ട്രീയ വാർത്തകൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഒരു ജനത്തെ സ്വാധീനിക്കാനുള്ള ഒരു സംവിധാനമായി മാറുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഭയക്കേണ്ട ഒരു സാഹചര്യമാണ്. ഒരു ചെറിയ പരിധി വരെ അതിന് സാധ്യത കാണുന്നുണ്ട്.
സമൂഹ മാധ്യമങ്ങളിൽ കാണുന്നതിനൊക്കെ ജനങ്ങളിൽ വിശ്വാസം ഉണ്ടാക്കാൻ ചെറുതായിട്ട് കഴിയുന്നുണ്ട്. പക്ഷെ നിഷ്പക്ഷമായിട്ടും സത്യസന്ധമായിട്ടും സംസാരിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു കാര്യമല്ല. കാരണം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നത് നമ്മുടെ തൊട്ട് കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ നാട്ടിലുണ്ടായ വികസനങ്ങൾ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഈ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അത് സത്യസന്ധമായിട്ടും നിഷ്പക്ഷമായിട്ടും വിലയിരുത്തുന്ന പോളിംഗ് ബൂത്തിൽ എത്തുക എന്നുള്ള വലിയ പ്രതീക്ഷയാണ് ശ്രീ ചന്ദ്രബാബുവിനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണ്. പക്ഷെ അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടും അങ്ങനെ ഉണ്ടായില്ല അല്ലേ? അത്ര തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഉണ്ടായില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനുപരിയായിട്ട് ആൾക്കാര് പല വ്യക്തിബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ശരി, ഓക്കെ, വ്യക്തമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ശരി, അഭിപ്രായം വ്യക്തമാണ്. അപ്പൊ വിജയൻ എന്നോട് കറുകച്ചാലിൽ നിന്ന് ചേരുന്നു. ശ്രീ വിജയൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ വിജയൻ എന്ത് തോന്നുന്നു? ഈ അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ആളുകൾ പണ്ട് ആളുകളെ കാണുന്നു, നേരിട്ട് സംവദിക്കുന്നു, പൊതുയോഗങ്ങൾ ഉണ്ടാകുന്നു, അവിടെ രാഷ്ട്രീയ പ്രചരണ ഘോഷയാത്രകൾ ഉണ്ടാകുന്നു, നയപ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നു, അതുപോലെ വിശദീകരണ യോഗങ്ങൾ ഉണ്ടാകുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഇന്നയാൾ സ്ഥാനാർത്ഥിയാകും, ഇന്നയാൾ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അടിച്ചു വിടുമ്പോൾ ജനങ്ങൾ അതൊക്കെ കണ്ട് വിഷമതരാകുന്നുണ്ടോ ശ്രീ വിജയൻ? സാറേ, അതിനകത്തൊരു കാര്യമുള്ളതെന്ന് ചോദിച്ചാൽ, പിന്നെ നമ്മളിവിടെ ഈ സാമൂഹ്യ മാധ്യമത്തിലും വാർത്തയിലും ഒക്കെ വരുന്ന കാര്യങ്ങള് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും സ്വാധീനിക്കാനും വേണ്ടി ഉള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ നടക്കുന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് നമ്മുടെ പത്രത്തിലും ടി വിയിലും ഒക്കെ വരുന്ന വാർത്ത, നമ്മുടെ കേരള കോൺഗ്രസ് എം എന്ന് പറയുന്ന പാർട്ടി UDF-ലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവര് മുന്നണി മാറുന്നു എന്നും പത്രത്തിൽ കൂടെയും ടി വി കൂടെയൊക്കെ നിരന്തരം ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് വാർത്ത സമ്മേളനം നടത്തി ഇന്നലെയും അതിന്റെ ചെയർമാൻ അത് വിശദീകരിച്ചു. എന്നിട്ടും വീണ്ടും ഇന്നത്തെ പത്രത്തിലും അത് തന്നെ കിടക്കുന്നു. അപ്പൊ ഇത് ജനങ്ങളെ സ്വാധീനിക്കാനായിട്ടുള്ള ഒരു തന്ത്രമാണ്. അല്ലാതെ ആളുകൾ അങ്ങനെ പാർട്ടി മാറില്ലെന്നാണ് താങ്കളുടെ കരുതൽ അല്ലേ? പാർട്ടി മാറാത്ത രണ്ടാമത്തെ കാര്യം. പക്ഷെ അത് തീർച്ചയായിട്ടും ജനങ്ങളെ വഞ്ചിക്കുന്നതിനും തെറ്റിദ്ധരിപ്പിക്കുന്നതിനും വേണ്ടി ഒരു വാർത്തയാണ് ഈ വരുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇപ്പൊ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെ നടക്കുന്നു. ഇപ്പം പിന്നെ VD സതീശനും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പറയുന്ന വിസ്മയം നടക്കുന്നു. സത്യത്തിൽ ഈ കേരളത്തിലെ ജനങ്ങള് മറ്റു സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള ആളുകളാണെന്ന് നമ്മൾ പറയുന്നു. ശരിയാണ്. ആ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ ഒരു കാരണവശാലും ഈ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കില്ല. അവർക്കറിയാം എവിടെ വോട്ട് ചെയ്യണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ ശ്രീ ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു പള്ളുരുത്തിയിൽ നിന്ന്. ശ്രീ ഡേവിഡ് വിജയ്, വിസ്മയത്തുമ്പത്തും ഒക്കെയാണ് കേരളം എന്ന് പറയുമ്പോൾ പാർട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവർ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെയുള്ള ഈ വ്യാജ പ്രചരണങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു? അല്ല, സോഷ്യൽ മീഡിയ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞു വളരെ വിവരമുള്ളവരാണ് കേരളത്തിലുള്ളവർ. എന്നെപ്പോലെ ചില തലവരച്ചവരും വളരെ പ്രായം ചെല്ലുന്നവരും മാത്രമേ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചലിക്കുന്നുള്ളൂ. ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കുറെയൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ഈ പശ്ചിമ കൊച്ചിയിലൊരു ടൈംസ് ഓഫ് ഇന്ത്യ കിട്ടാനില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നത് ആരാ വായിക്കുന്നത്? അതുപോലെ ഇങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പത്രവും ഇല്ല. പിന്നെ ഞാൻ മലയാളം പത്രങ്ങളെ പറ്റി പറയേണ്ട, അവര് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയക്ക് ഇങ്ങനെ ഇടം കൊടുത്തത്. കാരണം ഓരോ നമ്മുടെ മലയാളത്തിന്റെ സുപ്രഭാതം എന്ന് പറയുന്നത് അതൊരു കക്ഷിക്ക് വേണ്ടി അങ്ങോട്ട് പണ്ട് സഞ്ജയ് ഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് അത് പൊളിഞ്ഞു വീഴുന്ന സമയത്തിന്റെ തലേ ദിവസം വരയ്ക്കും അത് അധികാരത്തിൽ വരുന്നു പറഞ്ഞിട്ട് നിലം തൊഴാതെ ഇന്ദിരാഗാന്ധി തോറ്റു. അത് കഴിഞ്ഞിട്ട് മൊറാർജി ദേശായി അധികാരത്തിൽ. അങ്ങനെ ആ പത്രങ്ങൾ നശിപ്പിച്ചത് അവരുടെ ഈ ക്രെഡിബിലിറ്റി ഇല്ലായ്മ കൊണ്ട് മാത്രമാണ്. എല്ലാ പാർട്ടി പത്രങ്ങളും ഓരോന്നിനോട് അറ്റാച്ച്ഡ് ആണല്ലോ. ഇപ്പൊ നിങ്ങളെപ്പോലൊരു മീഡിയ മാത്രമായതുകൊണ്ട് സ്വതന്ത്രമായിട്ട് ഇതുപോലെ പൊതുവേദി എന്ന് പറഞ്ഞിട്ട് വരുന്നവർക്കൊക്കെ അഭിപ്രായം പറയാൻ ഇടം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചില സ്വാധീനങ്ങൾ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഈ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയെ കുറ്റം പറയുമ്പോൾ ആദ്യം തെറി പറഞ്ഞുകൊണ്ട് ചാടി വീഴുന്ന ഒരു പ്രത്യേക ന്യൂനപക്ഷമാണ്. അതാരാന്ന് ഞാൻ പറയുന്നില്ല, എനിക്കിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ചങ്ങായി പറഞ്ഞിരിക്കുക, വെറുതെ വല്ല ആവശ്യമുണ്ടോ വല്ലവന്റെ മതത്തിൽ പോയി ഇടപെടേണ്ടത്?
അവിടെ അത് നടക്കുന്നു, ക്ഷേത്രം. എന്നിട്ട് കുറെ പേര് ഉത്തർപ്രദേശിൽ നിലത്തിരുന്ന് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത്. അതിപ്പോ ഹൈദരാബാദില് ഓൾഡ് സിറ്റിയിൽ 50% പാവപ്പെട്ടവരാ മുസ്ലിങ്ങൾ. ഇവിടുത്തെ യൂസഫ് അലി ഒന്നുമല്ല. കണ്ട കഷ്ടം തോന്നും ഞാൻ ആന്ധ്രാപ്രദേശിലിരിക്കുമ്പോൾ. അപ്പൊ അതൊക്കെ തീർത്തിട്ട് ഒരാൾ പ്രാർത്ഥിക്കാൻ പോവാ അല്ലെങ്കിൽ ഹജ്ജിന് പോകാവും എന്നൊക്കെ പറഞ്ഞാൽ നടക്കും. അതുപോലെ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വിശ്വാസം. എന്തിനായാലൊക്കെ ചാടി ഇടപെട്ട് വേണ്ടാത്ത വൈരാഗ്യം വിളിച്ചു വരുത്തുന്നത്? അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ പലരും വരുന്നുണ്ട്. പക്ഷെ കേരളത്തില് ഇപ്പൊ ആള് മാറുന്നു, അങ്ങോട്ട് മാറുന്നു ഇങ്ങോട്ട് മാറുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ നോട്ടത്തില് കേന്ദ്രത്തിൽ ആരിയ്ക്കുന്നോ അവരെ സപ്പോർട്ട് ചെയ്തല്ലാതെ എന്തൊക്കെ ഫെഡറലിസം പറഞ്ഞാലും ഈ സംസ്ഥാനത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല. വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യവുമാണ്. അപ്പോൾ ജയകുമാർ എന്നോട് പറയുന്നത് കിരൺ ബാബുവായിട്ട് വഴക്കൂടാതിട്ട് അദ്ദേഹത്തിന് എന്തോ പോലെ തോന്നുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ശശിധരൻ പിള്ളை പറയുന്ന അയ്യപ്പൻ്റെ അഭിഷേക നെയ് വരെ അടിച്ചുമാറ്റി 57 ലക്ഷം രൂപ കവർന്നു എന്നാണ് പുതിയ ന്യൂസ്. ഈ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് വല്ല സംവിധാനവും ഏർപ്പെടുത്തേണ്ട അവസ്ഥയെ ആരെയും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമായി എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ VC തോമസ് എന്നോട് ചോദിക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന തട്ടിപ്പിൻ്റെ കഥകൾ മറ്റു മാധ്യമങ്ങൾ ഒന്നും ഏറ്റെടുത്ത് കാണുന്നില്ലല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ VC തോമസിന് അതിലൊരു വിശദീകരണം നൽകണം എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലാണ് ഉള്ളത്. സ്വാഭാവികമായും ഈ വിഷയം പോലീസ് അന്വേഷണം ആരംഭിച്ചു. അത് ഞങ്ങളുടെ റിപ്പോർട്ടർ അനീഷുമായി പോലീസ് ബന്ധപ്പെട്ടു. അതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളും നൽകിക്കഴിഞ്ഞു. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അത് ഒരു കേസായി രജിസ്റ്റർ ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. സ്വാഭാവികമായി അങ്ങനെ വരുമ്പോഴാണ് മറ്റു മാധ്യമങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാവുകയും അവർക്കത് കൊടുക്കാൻ കഴിയുകയും. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറിയാണല്ലോ. അവിടെ പോയി അനീഷ് റെക്കോർഡ് ചെയ്ത വിഷ്വൽസാണ് അതിൽ പ്രധാനമായുള്ളത്. അല്ലാതെ ഒരു തരം പബ്ലിക് ഡോക്യുമെൻ്റ് വെച്ചിട്ടുള്ള ഒരു വാർത്തയായിരുന്നില്ല. അപ്പോൾ മറ്റാൾക്കും അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. കാരണം അനീഷ് അവിടെ പോയി ആ വിഷ്വൽ ഷൂട്ട് ചെയ്ത് ആളുമായി സംസാരിച്ച് അയാളുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ വാർത്ത നൽകുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യമില്ല. കാരണം അവർ ഓഫീസ് അടച്ചു പൂട്ടി അവിടെ നിന്ന് സ്ഥലം വിട്ടു. അപ്പോൾ പുതിയൊരാൾക്ക് അവിടെ പോയി അത് ശേഖരിക്കാനോ ഒന്നിനും തയ്യാറല്ല. മാത്രമല്ല അവരിപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ അനീഷും തേടുന്നുണ്ട്. പക്ഷേ അവരാരും ഇപ്പോൾ അതുമായി പുറത്ത് എന്തെങ്കിലും പ്രതികരിക്കാനോ ഒന്നും തയ്യാറാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മറ്റു മാധ്യമങ്ങൾക്ക് അത് കൊടുക്കാനുള്ളൊരു പരിമിതി ഉള്ളതുകൊണ്ടാണ് ആ പരിമിതി പോലീസ് കേസെടുക്കുന്നതോടുകൂടി അവർക്ക് അത് വെച്ച് വാർത്ത ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം പിന്നെ നമ്മുടെ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, കോഴിക്കോട് നിന്ന്. ഉമേഷ്, ഹലോ മനസ്സാറേ, കേരളത്തിൽ ഇനിയും വിസ്മയങ്ങൾ നടക്കുമോ ഉമേഷ്? ഇനിയും ആളുകൾ പാർട്ടി മാറുമോ? കേരളത്തിൽ വിസ്മയം നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മാറുന്നവർ മാറട്ടെ. ഇപ്പൊ തന്നെ പലരും പ്രതിപാദിച്ചൊരു കേസ് എന്ന് പറയുന്ന കെ മാണി സാറിന്റെ, ജോസ് കെ മാണിന്റെ ഗ്രൂപ്പിന്റെ പ്രശ്നമാണ്. അത് ജോസ് കെ മാണിയും മീഡിയയിലൂടെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. അതോടൊപ്പം തന്നെ കൺവീനറായിരിക്കുന്ന അടൂർ പ്രകാശും അത് മീഡിയയിലൂടെ പറഞ്ഞതാണ്. ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ മാണി ഗ്രൂപ്പിന്റെ പഴയ നിലവാരം അല്ലെങ്കിൽ പ്രൗഢിയോ മഹിമയോ ഇന്ന് ആ പാർട്ടിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതാപരമായ കാര്യമാണ്. പണ്ട് ഇത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഉപമയാണ് ഓർമ്മ വരുന്നത്. UDF-നോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ഈ സാഗരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ തിരമാലയായി ഉയരാൻ പറ്റും എന്നുള്ള നിലവാരം പോലെയായിട്ട് അന്നൊക്കെ മാണി സാർ ശരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരെ അവരോധിച്ചവരൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ആ പാർട്ടിക്ക് അതില്ല. വരുന്നവരെ നേരത്തെ പോകുന്നവരുമുണ്ട്. പക്ഷെ പണ്ട് കാർട്ടൂണിസ്റ്റുകൾക്ക് ഇത്തരം നമ്മുടെ പത്രത്തിലൊക്കെ അടിയിൽ കാണാം ഇത്തരം കാര്യം. ഇന്ന് ഇത് നിലവാരം, അന്നൊക്കെ അതിനൊരു നല്ല നിലവാരമുണ്ട്. പക്ഷെ ഇന്ന് ആ നിലവാര തകർച്ചയിലാണ്. ഇത് ജനങ്ങൾക്ക് ആർക്കും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് പ്രചരിപ്പിക്കാമെന്നുള്ള നിലവാരത്തില്ല. പക്ഷെ ഇതൊന്നും ജനങ്ങളെ സ്വാധീനിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യമാണ്. അപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു വൈറ്റിലയിൽ നിന്നാണ്. ഞാൻ ശ്രീ രാധാകൃഷ്ണനിലേക്ക് വരാം. അപ്പോൾ മോൻസ്ക എന്നോട് പറയുന്നത് സോഷ്യൽ മീഡിയ ചുമ്മാ ഇല്ലാ കഥകൾ അടിച്ചു വിടുകയാണ്, ഇതിനെ നിയന്ത്രിക്കാൻ ഒരു വഴി നോക്കണം എന്ന് പറയുന്നു. KK ജോർജ് പറയുന്നത് റെജി ലൂക്കോസ് BJP-യിൽ പോയി കഴിഞ്ഞു, കുറേ ക്രിസ്ത്യാനികൾ BJP-യിൽ പോകും എന്ന് KRK ജോർജ് പറയുന്നു. ബിജു രാധാകൃഷ്ണ വാർത്ത ഒരിടത്തും വന്നു കണ്ടില്ലല്ലോ. അപ്പോൾ ഞാൻ സ്വാഭാവികമായി അതിൻ്റെ വിശദീകരിച്ചു. അത് ഇനി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അത് സംഭവിക്കുമ്പോൾ സ്വാഭാവികമായി എല്ലാവർക്കും അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്താനാവും. അപ്പോഴേ അവർക്ക് അതുകൊണ്ടായിരിക്കും ദൃശ്യമാധ്യമങ്ങളുടെ വാർത്ത വരാത്തത്. ഓക്കെ. അപ്പോൾ റെജി ലൂക്കോസിന് കൂടെ ആര് പോകാൻ എന്നൊക്കെ എന്നോട് അമ്പാടി ചോദിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ രാധാകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വൈറ്റിലയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണൻ, നമസ്കാരം. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ആളുകൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ എടുത്തുചാട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് കരുതേണ്ടതുണ്ടോ?
ഇപ്പൊ നടക്കുന്ന മുഴുവനും ആ, വിലപേശ രാഷ്ട്രീയമാണ്. ആണോ? കാരണം എന്താ വെച്ചാൽ അതാണ് ഈ ട്രോളും കൂടുതൽ വരുന്നത്. ആ, വിലപേശൽ ഇന്നിപ്പോ രാഷ്ട്രീയ മൂല്യമൊന്നും ആരും ഉയർത്തിപ്പിടിക്കണമെന്നില്ല. കാരണം അധികാരമാണ്, ജനസേവനമല്ല താല്പര്യം. അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാ. പക്ഷെ ഇതിനകത്തൊക്കെ ഒരു വിരമിക്കൽ വേണം, ഒരു പരിധി, ഒരു പ്രായം വന്നു കഴിഞ്ഞാല്. കാരണം ഈ പ്രായം മാറ്റി നിർത്തണോ ശ്രീ രാധാകൃഷ്ണൻ? അല്ല പറ്റില്ല. അല്ല അത് അല്ല ഏത് സ്വയം പ്രായത്തിലും നടക്കാൻ ജനസേവനത്തിന് പറ്റാത്ത തയ്യാറായവർ വരട്ടെ എന്നല്ലേ പറഞ്ഞു? അല്ലല്ല സ്വയം നടക്കാൻ, അപ്പൊ തലയിഴിഞ്ഞ നിയമങ്ങൾ ഉണ്ടാക്കും. കാരണം ഈ സ്വയം നടക്കാൻ പറ്റാത്ത ആളുകൾ പോലും ഇവിടെ കേരളത്തില് മന്ത്രിയായിട്ടും മുഖ്യമന്ത്രിയായിട്ടൊക്കെ ഇരിക്കുമ്പോ തലയിഴിഞ്ഞ നിയമം ഇപ്പൊക്കെ നമുക്ക് തോന്നണത് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക. അല്ല, കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ പ്രോത്സാഹനം കൊടുക്കുമ്പോ നമുക്ക് കൊതിയാവണം ജയിലിലേക്ക് പോവാൻ. കാരണം അവിടെ കിടന്ന് സർക്കാർ ശമ്പളം കിട്ടുമല്ലോ ഇത്രയും അധികം. അപ്പൊ ഇതുപോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവരും. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല, എന്നിട്ട് ഇനിയും മുഖ്യമന്ത്രിയാവാനായിട്ട് നടക്കാനും പോലും പറ്റില്ല. അപ്പൊ ഇത്രയും ആളുകളൊക്കെ മാറ്റി നിർത്തണം. കാരണം ചെറുപ്പക്കാർ ഉണ്ടെങ്കിലും ചെറുപ്പക്കാർക്ക് ഗുണമുള്ളൂ. തൊഴിലില്ല ഇവിടെ കേരളത്തിൽ. ആ കേരളം വരിച്ചു പിടിപ്പിച്ചെന്ന് പറയാ, നശിഞ്ഞിരിക്കുന്ന കേരളം. അപ്പൊ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യാനാണ്? നമുക്ക് ജീവിക്കണ്ടേ? നമുക്ക് എന്തെങ്കിലും തൊഴിൽ ചെയ്താൽ നമുക്കും ജീവിക്കണ്ടേ? ഇതൊന്നും ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്കാണ് പോണത്. ഒന്നിലും മാറി നിൽക്കണം. ഇതിലേക്ക് ജനങ്ങളെ മനസ്സിലാക്കിയിട്ട് ഇവരെയൊക്കെ മാറ്റി നിർത്തണം. അതേ ഇനി നടക്കുള്ളൂ, അല്ലാതെ ഒന്നും നടക്കില്ല. കാരണം ഇത് എല്ലാവരും വന്നത് അധികാരത്തിന് അഴിമതി കാണിക്കാൻ വേണ്ടി, കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടാ. ജനസേവനം ഇല്ല ഇവിടെ. ജനസേവനം ഒന്നും നടക്കണില്ല. കാശ് കൊടുത്ത കാര്യം നടക്കും. ശരി, വ്യക്തമാണ്. അപ്പോൾ ശശിധരൻ പിള്ള എന്ന് എന്നോട് പറയുന്നത് ഇന്ന് ഇതിൽ പൊതുവേദിയിൽ അടിയും ബഹളമൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്നൊരു പൊതുവിഷയമായതുകൊണ്ട് ചർച്ച കാണാൻ ഇല്ല, ഉടക്കു പാർട്ടികൾ ആരും വരുന്നില്ല, സുഖമില്ല, എല്ലാവരെയും ബാധിക്കുന്ന വിഷയമാണ്, നന്മ നിറഞ്ഞ മനുവിന് സമാധാനം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മുഹമ്മദ് ആരിഫ് എന്നോട് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ജയിച്ചപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കും, ഇനി വേറെ പാർട്ടികൾ ജയിച്ചാൽ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിക്കും, ഇതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നു. ഏതായാലും ഒരുപാട് ക്രിസ്ത്യാനി സ്ഥാനാർത്ഥികൾ BJPയിലേക്ക് പോകും, ഹിന്ദു സ്ഥാനാർത്ഥികൾ സെക്കുലറിസവും പറഞ്ഞുകൊണ്ട് ഇരിക്കും എന്ന് എന്നോട് KRK ജോർജ് പറയുകയാണ്. പക്ഷേ സുബൈർ തൃശ്ശൂരിൽ നിന്ന്, ശ്രീ സുബൈർ കേൾക്കാമോ? ശ്രീ സുബൈർ, ഈ ആളുകൾ പാർട്ടി വിടും, പാർട്ടി മാറും എന്നൊക്കെ ഇങ്ങനെയുള്ള ട്രോളുകൾ കാണുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ അത് വിശ്വസിക്കാറുണ്ടോ, അത് സംശയിക്കാറാണോ പതിവ്? അല്ല, വിശ്വസിക്കുകയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് സംഭവിച്ചാണെന്ന് അറിയാൻ പറ്റില്ല. അതായത് ഒരു നവകേരള സദസ് നടത്തിയവര് നവകേരള സദസ്സിട്ട് കുറെ ആൾക്കാരെ തലതല്ലി പൊളിച്ചു, കുറെ ആപ്ലിക്കേഷൻ മേടിച്ച്, എല്ലാവർക്കും വല്ല പ്രയോജനം ഉണ്ടായി. അതുകൊണ്ട് ശ്രീ സുബൈർ എന്തോ ഒരു ആപ്ലിക്കേഷൻ അവിടെ കൊണ്ട് കൊടുത്തു എന്നോട് ഞാൻ പറഞ്ഞില്ല, മൂന്നെണ്ണം കൊടുത്തു. പറഞ്ഞ് കൊടുത്തു അന്വേഷിക്കാൻ. ഒന്നും അതുകൊണ്ട് ഫലമൊന്നും ഉണ്ടായില്ല അല്ലേ? എവിടെ പോലും പറ്റിക്കുക. ആ കഴിഞ്ഞപ്പോ മുഖ്യമന്ത്രിയോട് നേരിട്ട് സംവാദിക്കാന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് പേരെ 3 പ്രാവശ്യം വിളിച്ചു. നിങ്ങൾ വിളിക്കും മുഖ്യമന്ത്രി നിങ്ങളുടെ അപേക്ഷ പറയൂ, നിങ്ങൾ സഹായിക്കുന്നു പറഞ്ഞിട്ട് അത് പറ്റിച്ചു. ഇയാൾ ഈ ചങ്ങായിക്ക് എന്നിട്ട് പരിപാടി അത് മുഖ്യമന്ത്രിക്ക് ജനങ്ങളെ പറ്റിക്കാനാണോ? ഇയാളെ മൂപ്പരെ അങ്ങോട്ട് കയറ്റുന്ന വെച്ചിട്ടാ? അല്ല, ജനങ്ങൾ വേറെ പൊട്ടന്മാരാക്കണ്. അർദ്ധബുദ്ധികൾ. നമ്മുടെ മോന്റെ വണ്ടി ആക്സിഡന്റ് ആയിട്ട് പട്ടി ചാടിയിട്ട് ആക്സിഡന്റ് ആയി, 30 ലക്ഷം രൂപ നമുക്ക് ചെലവായി. എന്നിട്ട് അതിന് പേപ്പർ കൊടുത്തിട്ട് അവിടെ പോയി അന്വേഷിക്കും, ഇവിടെ പോയി FIR ഇടാൻ പറ്റില്ല. നമ്മൾ ലാസ്റ്റ് FIR ഇടിച്ചു. 1.5 വർഷം നടന്നിട്ട് അവിടെ ചെന്നപ്പോ പറഞ്ഞ് പട്ടി അടിയും ഇടാൻ പറ്റില്ലാന്ന്. രാജീവിനെ കണ്ടു, മന്ത്രി രാജീവിനെ ശ്രീനാഥപുരത്ത് ഒരു പഞ്ചായത്ത് ഉദ്ഘാടനത്തിന് വന്ന് അവിടെ നിന്ന് ഒരു കവറിലാക്കിയിട്ട് കൊടുത്ത കവർ കൊടുക്കാൻ പോയപ്പോ പറഞ്ഞ് പ്ലാസ്റ്റിക് പറ്റില്ലാന്ന്. ലാസ്റ്റ് 50 രൂപ കൊടുത്തൊരു കവർ മേടിച്ചു. 50 രൂപയ്ക്ക് ഇപ്പൊ എനിക്ക് വില ഉണ്ട്, അത് കൊടുത്തു. എന്നിട്ടുമില്ല, ഒന്നുമില്ല. ഇങ്ങനെ മനുഷ്യന് വെറുതെ പൊട്ടന്മാരാക്കണ്. ഇപ്പൊ ജയിലിൽ വിടുന്ന ആൾക്കാർക്ക് ശമ്പളം കൂട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ സഹകന്മാരും ഈ പിണറായിരം വീട്ടുകാർ കംപ്ലീറ്റ് ജയിലിലേക്ക് പോകും. അവർക്ക് ശമ്പളം കിട്ടണ്ടേ? അതിനിപ്പം തന്നെ കൂട്ടി വെച്ചു. ഇല്ലേ? നമ്മുടെ നികുതി പണം അന്യം തന്നെ നികുതി പണം കൊടുത്തിട്ട് ഇവർ ചെയ്യുന്നത് അല്ലെ? നമ്മുടെ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുക. റോഡിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല പട്ടികളെ കൊണ്ട്. നിയമം അതിലും മീതെ. പോലീസുകാരിൽ കയറാൻ പറ്റില്ല. സഖാക്കളുണ്ടോ? ഓക്കെ, കാശ് മേടിച്ചാൽ തരൂല. ഒരു ജാതി തല്ലി ഒക്കേന് സഖാക്കളുടെ മുന്നിൽ നിൽക്കുന്നത്. സഖാക്കല്ലേ പോകേണ്ടത്? ഈ നവകേരളത്തിൽ നടത്തിയിട്ട് എന്നിട്ടായിട്ട് ഒരുപാട് ആൾക്കാരാ. ഒന്ന് ആ ബാലൻ എന്താ പറഞ്ഞത്, മന്ത്രി ബാലൻ, ആ വണ്ടി മ്യൂസിയത്തിൽ വെച്ച് കാശ് കിട്ടുന്നു. ആ വണ്ടിയെ അവിടെ കിടക്കുന്നുണ്ട് ആംബുലൻസ് ആയിട്ട്, ഇല്ലേ? അന്ന് കാശ് കുറയ്ക്കും. അത് മന്ത്രിമാർക്ക് ഇത്ര കാറിന് എക്സ്പെൻസ് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ വണ്ടി ഒതുക്കിയിട്ട് ഈ വണ്ടിയിൽ കയറി. എന്നിട്ടും എത്രയൊക്കെ ചെലവ് വന്നതിന് ഇവർ കാണിച്ചാ. ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങൾ അവർ നിങ്ങൾ നോട്ട് ചെയ്ത് കംപ്ലീറ്റ് നോട്ട് ചെയ്യും. അത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. ഓക്കെ, ഷാൻ ലൈല എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. ശ്രീ ഷാൻ, പറയും ഞാൻ നിങ്ങളുടെ സ്ഥിരം പ്രേക്ഷകരാണ്. അതെനിക്കറിയാം. പക്ഷെ അങ്ങ് കുറെ ദിവസമായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട് ഒരു 2 ആഴ്ചയായി. തിരക്കിലായിപ്പോയി. ഇപ്പൊ എനിക്ക് ഞാൻ കേട്ടപ്പോ
ഈ ചന്ദ്രൻ ബാബു സാറ് പറഞ്ഞ് 10 കൊല്ലം ഇവിടുത്തെ വികസനം കണ്ടില്ലേന്ന്. എനിക്ക് ചന്ദ്രൻ ബാബു സാറിനോട് ചോദിക്കേണ്ടത്, ഈ 10 വർഷം സഹാക്കൾ ഭരിച്ചപ്പോഴേ എന്താ ചന്ദ്രബാബു സാർ ഒന്ന് പുറത്തോട്ടൊക്കെ സഞ്ചരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഇന്ത്യക്ക് വെളിയിലോട്ടായാൽ അത്രയും നല്ലതായി. കാരണം അവിടെ ഉള്ള ടെക്നോളജിയുടെ ഒരു 4% ഇവിടെ ഇന്ത്യയിലോട്ടോ കേരളത്തിലോട്ടോ ഇംപ്ലിമെന്റ് ചെയ്താൽ നന്നായിരിക്കും. സാധാരണക്കാര് തൊഴിലിടങ്ങളിൽ, കൃഷിയിടങ്ങളിൽ ട്രിപ്പ് ഇറിഗേഷൻ മുതൽ കൊണ്ടുവന്നത് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യയിലും കേരളത്തിലും ട്രിപ്പ് ഇറിഗേഷൻ കൊണ്ടുവന്നത്. ആ ഡെവലപ്പേഷനൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അന്യ രാജ്യത്തുണ്ടെന്ന കാര്യം മനസ്സിലാക്കണം സാറ്. പിന്നെ ഇവിടത്തെ 15 വർഷത്തെ CPM-ന്റെ ഭരണം, മുഖ്യമന്ത്രി എന്താ ഇവിടെ ഭരിച്ചു മുടിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കപ്പുറം ഒരു വീട്ടിലെ 4 പേരെ വെച്ച് മയക്കുമരുന്നിന്റെ ലോബികൾ കൊണ്ട് ഓരോ വീട്ടിലും 4-5 പേര് മൃഗീയമായി കൊല്ലപ്പെട്ടു. നിരന്തരം ആഴ്ചകളോളം കൊലപാതക പരമ്പര മാത്രമാണ് കേരളത്തിലുടനീളം ഈ ചീഞ്ഞ രാഷ്ട്രീയ സംവിധാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ ഉണ്ടായത്. നിങ്ങളെല്ലാം പത്രങ്ങളെടുത്ത് നോക്കൂ. ഇപ്പോഴാണ് കുടുംബ മരണങ്ങൾ കൂടിയിട്ടുള്ളത് ഈ 10 വർഷത്തിനിടയിൽ. വിഷയം അതുകൊണ്ടല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുകയാണ്. പോലീസ് സംവിധാനങ്ങൾ അഴിഞ്ഞാടിയത് കൊണ്ടിട്ടാണ്, പോലീസ് സംവിധാനങ്ങൾ വേറെ നോക്കൂട്ടിയതായത് കൊണ്ടിട്ടാണ് മയക്കുമരുന്നിന്റെ ഒരു ശൃംഖല യൂട്യൂബിലൂടെയും ചാനലിലൂടെയും പബ്ലിക്കലി അവരെ എടുത്ത് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നത്. അപ്പോ പ്ലാറ്റ്ഫോം അങ്ങനെ എന്തുകൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് രാഷ്ട്രീയ സംവിധാനക്കാർക്ക് ചോദിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ഈ വിഷയത്തിൽ അങ്ങ് മൊത്തത്തിൽ അങ്ങ് കടന്നുപോയി. ആന്റണി എന്നോട് കാർത്തികപുരത്ത് നിന്ന് ഒപ്പം ചേരുകയാണ്. ശ്രീ ആന്റണി, ഹലോ. ഈ രാഷ്ട്രീയ പാർട്ടി വിടുത്ത ആളുകൾ മാറുന്നതൊക്കെ നല്ലതാണ്, പക്ഷേ ചില ഘട്ടങ്ങളിൽ അത് സംഭവിക്കാറുമുണ്ട്. പലരും മാറിയാണ് പല പാർട്ടികളിലും എത്തുന്നത്. പക്ഷേ കേരളത്തിൽ ഇത്തരം പ്രയോഗങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് കണ്ട് ശ്രീ ആന്റണിക്ക് എന്ത് തോന്നുന്നു? എനിക്ക് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനെ കുറിച്ചല്ല, ഏത് പാർട്ടി കയറിയാലും സാധാരണക്കാരനും പാവപ്പെട്ടവനും കണക്കന്നെ. ഒന്ന്, മാർക്സിസ്റ്റ് പാർട്ടി 10 വർഷം കയറി. ഞാൻ തുറന്ന് പറഞ്ഞോട്ടെ ആന്റണി, പിന്നെ എന്താണ് ചെയ്യുന്നത്? എന്താണ്? ഞാനിപ്പം 77 വയസ്സുള്ള ഒരു പാടുവൃദ്ധനാ. വയസ്സായ ആളുകളുടെ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നൊക്കെയാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അപ്പൊ അതിൽ എന്റെ പൊന്ന് ചങ്ങാതി, കണ്ണിൽ പൊടിയിട്ട് വിളക്കിയിട്ട് കാര്യമില്ല. ഇവിടെ വൃദ്ധന്മാര് കൂടുതലുണ്ട്. ഇപ്പം പിള്ളേരെല്ലാം വിദേശത്തേക്ക് പോവുക. കാരണം എന്നാ അറിയോ? ഇവിടെ തൊഴിലില്ലാത്തതിന്റെ കാരണം PSC മുഖേന PSCയിലെ മെമ്പേഴ്സിന് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തുകൊണ്ട് ഇവരെ കൊണ്ട് ഉദ്യോഗാർത്ഥികളെ കൊണ്ട് പരീക്ഷ എഴുതിച്ച ശേഷം ഇവരെടുക്കുന്ന അടവ്, ഇവര് ഒഴിവുകളൊന്നും പ്രഖ്യാപിക്കാണ്ട് ആ ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് ക്യാൻസലാക്കിയിട്ട് ഇവിടുത്തെ ചെറുപ്പക്കാരൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. എത്ര കുടുംബങ്ങളിൽ കഞ്ഞിവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ മക്കളെ കൊണ്ടുള്ള പ്രതീക്ഷയാണ് ഇവർ തകർത്ത് കളയുന്നതെന്ന് അറിയാവോ? എന്തിനാ ഇതിങ്ങനെ ഇത് നശിപ്പിച്ചു കളയുന്നത്? ഇത് ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സെബാസ്റ്റ്യൻ CA എന്നോട് പറയുന്നത് പ്രചാരണം എന്ന് പറയണമെന്നാണ്. പ്രചാരണവും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, ശരി, ശ്രമിക്കാം. അപ്പോൾ ജയിൽ സ്റ്റാറ്റ്യൂട്ടറി ചേഞ്ചസ് ആണെന്നാണ് പറയുന്നത് നമ്മുടെ സെബാസ്റ്റ്യൻ. അത് ഒരു പരിധിവരെ ശരിയുമാണ്. കാരണം ഈ നാട്ടിൽ തടവുകാരുടെ ഒരു പരിഷ്കരണം, അല്ലെങ്കിൽ അവരെ തെറ്റ് തിരുത്തി നേർവഴിയിലേക്ക് നയിക്കുക എന്നാണല്ലോ. അപ്പോൾ അവരുടെ എടുക്കുന്ന ജോലിക്ക് അർഹിക്കുന്നൊരു ശമ്പളം നൽകണമെന്നുള്ളൊരു പൊതു ഇതുണ്ട്. കോടതിയും അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ ഞാൻ കഴിഞ്ഞിടത്ത് കണ്ടു. ഓക്കെ, ഏതായാലും സെബാസ്റ്റ്യൻ്റെ നിലപാട് അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ പണിയെടുക്കുന്നവർക്ക് കിട്ടുന്നില്ല എന്നുള്ള മറുവശവും അപ്പുറത്തുണ്ട്. ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവരുടെ സാഹചര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആശാ വർക്കർമാർ 10 കൊല്ലം പണിയെടുത്ത് 10-15 ലക്ഷം രൂപ കടം വരും. പിടിച്ചുപറിച്ചോ കൊല നടത്തിയോ ജയിലിൽ പോയാൽ 10 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു പണിയും ചെയ്യാതെ 10-22 ലക്ഷം രൂപ കിട്ടുമെന്നാണ് പിന്നെ പറയുന്നത് ജയകുമാർ. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ശരത്തെ. നമസ്കാരം. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മളെ ഈ രാഷ്ട്രീയ ട്രോളുകളെ പറ്റിയാണല്ലോ നമ്മളിപ്പം. അതെ. അപ്പൊ
ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ ഈ ഓട്ടം തുള്ളൽ കണ്ടിട്ടുണ്ട്, ഓട്ടം തുള്ളൽ അത് ഒരു ആക്ഷേപഹാസ്യമാണ്. കുഞ്ചൻ നമ്പ്യാർ കണ്ടെത്തിയ ഓട്ടം തുള്ളൽ. അതിനകത്താണ് നമ്മൾ ആദ്യമായിട്ട് ആക്ഷേപഹാസ്യം പറയുന്നത്. പിന്നെ അത് കൂടാതെ പാരഡി, മിമിക്രി, അങ്ങനെ കലാരംഗത്ത് തന്നെ പല രീതിയിലും ഇതിനെ നമ്മൾ ട്രോളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ ചില ചാനലുകളിൽ സിനിമ എന്നുള്ള സീനുകളും രാഷ്ട്രീയക്കാരൊക്കെ വെച്ചിട്ടുള്ള കോമഡി പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പം ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എടുത്താലും അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് സത്യസന്ധമായിട്ടുള്ള വാർത്തകളും കൂടെ വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഈ ഇത്തരത്തിലുള്ള ട്രോൾസ് വരുമ്പോൾ അത് ആരും ഇഷ്ടപ്പെടാതെ ഇരിക്കുന്നില്ല, അതിനെ അംഗീകരിക്കുന്ന ആൾക്കാരും കൂടെ ഉണ്ട്. ഈ കോമഡി തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങള് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇടാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ ആൾക്കാർ ഇപ്പൊ മത്സരിക്കുന്ന നേരത്തെ ഒരു വാർത്ത പറഞ്ഞതുപോലെ അപ്പൊ അവരത് വിശ്വസിച്ചിരിക്കുകയല്ലേ. അതേപക്ഷെ ആക്ഷേപഹാസ്യത്തിലൂടെ അത് അവതരിപ്പിക്കുന്നത് തെറ്റില്ലെന്നാണ് എന്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ്. താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇപ്പോൾ ബീഹാറിൽ നമ്മൾ ആളുകൾ കൂട്ടത്തോടെ മാറി എന്ന് കേട്ടു. കേരളത്തിലും ഇങ്ങനെ നടക്കും എന്ന ഒരു സൂചനയാണോ ഈ ട്രോളുകൾ നമുക്ക് നൽകുന്നത്? ആളുകൾ ഏത് സമയം പാർട്ടി വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്ന ഒരു സാഹചര്യം കേരളത്തിലേക്കും വരികയാണോ? ബീഹാറിൽ എങ്ങനെ മാറിയെന്നാണ്? രാഷ്ട്രീയമായിട്ട് മാറിയ കാര്യമാണോ പറയുന്നത്? അതെ അതെ, ബീഹാർ രാഷ്ട്രീയമായിട്ട് മാറിയില്ലല്ലോ. അവിടെ നിലവിലുള്ള സംവിധാനം തന്നെയല്ലേ തുടരുന്നത് നിതീഷിന്റെ നേതൃത്വത്തിൽ. അല്ല, അവിടെ 6 കോൺഗ്രസ് MLA മാർ കൂട്ടത്തോടെ BJP-യിലേക്ക് അങ്ങനെയുള്ള മാറ്റം അത് കോൺഗ്രസ്സുകാർ മാറുമല്ലോ. 10 വർഷത്തിൽ കൂടി ഇവിടെ ഇനിയിപ്പം ഇത്തവണയും അധികാരത്തിൽ വരത്തില്ല. ഇനി കോൺഗ്രസ് കേരളത്തിൽ കാണത്തില്ല. കാരണം 3ാം തവണയും ഈ സർക്കാർ വരും. കൂട്ടത്തോടെ ബാക്കിയുള്ളവരോട് പോയി. ഞാൻ രാഷ്ട്രീയക്കാരനാണെന്നറിയാലോ. എന്റെ സുഹൃത്തുക്കൾ നല്ല പാർട്ടി നേതാക്കളുണ്ട്. അവരൊക്കെ പറഞ്ഞേക്കുന്നത് എന്തോ അറിയോ, ഇത്തവണ കൂടെ വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ പാർട്ടി ചേരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പായിട്ട് സംഭവിക്കും. കേരളത്തിൽ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ ഈ നെഹ്റു വലിയ മനുഷ്യനായിരുന്നു. ഈ സോണിയ കുടുംബത്തെ വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ജനത ഇനി വിശ്വസിക്കില്ല. അവരെ വെച്ചുകൊണ്ട് കോൺഗ്രസ് മുമ്പോട്ട് പോകത്തില്ല. പുതിയ ലീഡർഷിപ്പ് വരണം. ഞാൻ എത്ര നാളോട് പറയുന്നു. അതൊന്നും നമ്മൾ വിഷയമല്ല. പക്ഷെ നേരത്തെ കുറെ സുഹൃത്തുക്കൾ നമ്മൾ കേരളത്തിലെ വികസനത്തെ കുറിച്ച് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. സത്യത്തിൽ ഇപ്പോഴത്തെ ജനങ്ങൾക്ക്, എനിക്ക് 56 വയസ്സുണ്ട്. എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അന്നത്തെ കാലത്ത് സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യം, ഒരു പേന പോലും കിട്ടിയിട്ടില്ല. ഈ ഗവൺമെന്റുകളാണ് ഫ്രീ കൊടുത്ത് ജനങ്ങളെ നശിപ്പിച്ചു. ഞങ്ങൾ ഇടത് സർക്കാർ ഉൾപ്പെടെയാണ് പറയുന്നത്. ഇപ്പൊ എന്താ പറയുന്നത്, ആളുകൾക്ക് ഇപ്പം പണ്ട് ഒരു സിനിമയിൽ കലാഭവൻ മണി പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. ഈ ബിസ്ക്കറ്റ് കൊടുത്ത് പിന്നെ കലാഭവൻ മണി അവിടെ നിന്ന് വിടത്തില്ല. അങ്ങനെ ഒരു കഥ ആ ഫിലിമിൽ കണ്ട. അതാ ഇപ്പോഴത്തെ അവസ്ഥ. ജനങ്ങൾക്ക് പണിയെടുക്കാൻ പറ്റും. എല്ലാം സർക്കാർ ചെയ്യണം. ആക്സിഡന്റ് പറ്റിയ സ്വിച്ച് ഇട്ടാൽ ലൈറ്റ് കത്തണം. ഉടനെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടണം. കംപ്ലീറ്റ് മാസം തോറും സർക്കാർ വെറുതെ കൊടുക്കണം. ഒരുത്തരം പണിയെടുക്കാൻ എല്ലാവരും സൂഹിക്കണം. അപ്പൊ ഈ സർക്കാരുകളാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അത് ഇപ്പൊ അവസാനം ഇത് കൊടുക്കുന്നത് ഡിലേ ആയി കഴിഞ്ഞാൽ സർക്കാർ കുഴപ്പം. ഇതുപോലെ സൗജന്യം കൊടുക്കുന്ന ഒരു സർക്കാർ ഈ വേൾഡിൽ കാണിച്ച സോഷ്യൽ മീഡിയ ഈ വേൾഡിലുണ്ടോ? ഇങ്ങനെയും പെൻഷൻ ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് പറയില്ലേ, താങ്കൾക്കറിയാമല്ലോ. ഞങ്ങൾക്കൊന്നും ഇങ്ങനെ പറയുന്നില്ല. പറയുന്ന ഞങ്ങൾക്ക് കൂടെ നാണക്കേടാ. ഇത്രയും സൗജന്യം കൊടുക്കുന്ന ഒരു സർക്കാരുണ്ടോ? എന്നിട്ടും പിന്നെ ഈ ജനങ്ങൾ ഇപ്പൊ ഇത്രയും ആൾക്കാർ കേട്ടോണ്ടിരുന്നത് ഒരുതരം പണിയെടുക്കാൻ വയ്യ. പിന്നെ മയക്കുമരുന്ന് മക്കളെ നല്ലോണം മര്യാദ പഠിപ്പിച്ചാൽ ഒരു മയക്കുമരുന്നിലും പോകത്തില്ല. അതിന് പിണറായിയോ സർക്കാരാണ് ഉത്തരവാദികൾ. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള തുടർമുഖങ്ങളിൽ കൂടാണ് ഈ മയക്കുമരുന്ന് അത്രയും വരുന്നത്. ഇടതുപക്ഷത്തിന് കുഴപ്പം. ഞങ്ങൾ ഫീൽഡിൽ ഗൃഹസമ്പർക്കം നടക്കിയ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം താങ്കൾക്കറിയാമല്ലോ. ആൾക്കാരെല്ലാം സംതൃപ്തരാ. ഇപ്പൊ നേരത്തെ സംസാരിച്ച കണക്ക് വേറെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കുറെ നെഗറ്റീവ് കക്ഷികളുണ്ട്. അവരല്ലാതെ കേരളത്തിലെ 90% ആൾക്കാരും ഈ ഗവൺമെന്റിൽ സംതൃപ്തരാണ്. കൃത്യമായിട്ട് ഈ ഗവൺമെന്റ് ഇടപെടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നു. ഈ ഗവൺമെന്റ് 3ാം തവണ അധികാരത്തിൽ വരാൻ മാറുന്നത്. ഇത്തവണയും UDF അധികാരത്തിൽ വരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ബാക്കി കോൺഗ്രസുകാരുടെ ഇടതുപക്ഷത്തിലും BJP-യിലും ഒക്കെ പോകും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഷോർട്ട് ബ്രേക്ക്. മോഹൻ ദാമോദരൻ പറയുന്നു, ഇപ്പോൾ മനസ്സിലായി പൊതുവേദി CPM-നെ അടിക്കാൻ ചിലരെ അങ്ങോട്ട് വിളിച്ച് അത് മൊത്തം കേൾപ്പിച്ച് നിങ്ങൾ ഇണക്കത്തിൽ നിർത്തുന്നുവെന്ന്. ഇതാണ് എനിക്ക് ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ. അദ്ദേഹം ഒരു ഉറച്ച ഇടതുപക്ഷക്കാരനാണ്. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചാണ്. അത് എന്താണ് ഇങ്ങനെ മോഹൻ ദാമോദരൻ എങ്ങനെ തോന്നാൻ കാരണം എന്ന് എനിക്കറിയില്ല. ഓക്കെ, വിജയമോഹൻ പറയുന്നു 2 ദിവസം ഞാൻ കമൻ്റ് ഇട്ട് വായിച്ചില്ല. ഞാനത് വായിക്കാറുണ്ട് ശ്രീ വിജയമോഹൻ നായർ. കമൻ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയെ ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ട് തൊഴിക്കണമെന്ന് ഞാൻ സാറിനോട് പറഞ്ഞിരുന്നു. അത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം അവർ പാലക്കാടാണ്. ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരാനുള്ള ഒരു ആരോഗ്യശേഷി ഇപ്പോഴില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. അത് പകരം ഞാൻ പോയേക്കാം. ഓക്കെ, ശരി. അപ്പോൾ ചാത്തന്നൂരിൽ നടക്കാത്ത മനോഹരമായ സ്വപ്നമാണ് പഞ്ചായത്ത് 2 ഫിലിം പറഞ്ഞിരുന്നു. UDF-ന് ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് ശശിധരൻ പിള്ളയും പറയുന്നുണ്ട്. സെബാസ്റ്റ്യൻ ചങ്ങനാശ്ശേരി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ സെബാസ്റ്റ്യൻ,
സെബാസ്റ്റ്യൻ കേൾക്കാമോ? കേൾക്കാം. ശ്രീ സെബാസ്റ്റ്യൻ എന്തോ അവിടെ ഒരു പ്രചരണ ജാഥയുടെ സൈഡിലോ മറ്റോ നിൽക്കുകയാണ്, അങ്ങനെ എന്തോ ശബ്ദം കേട്ടോ, അതാണ് ഞാൻ ചോദിച്ചത്. പ്രചരണ രംഗത്താണോ? പ്രചരണ രംഗത്താണോ? എനിക്ക് തോന്നുന്നു ടെലിഫോൺ അങ്ങ് ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല. ഓക്കെ, ബിനോയ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, നമസ്കാരം അനുജി. ഈ കേരളത്തിലും രാഷ്ട്രീയ അടവ് മാറ്റങ്ങൾ, അങ്ങനെ എടുത്തുചാട്ടങ്ങൾ, പാർട്ടി മാറൽ, ഇതൊക്കെ വരുമെന്ന സൂചനയാണോ ട്രോളുകൾ നമുക്ക് നൽകുന്നത്? ആ ഭയമാണോ, ആശങ്കയാണോ അവർ പങ്കുവയ്ക്കുന്നത്? അതോ ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം എന്ന നിലപാടാണോ? തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതല്ല, അത് ശരിയാണ്. കാരണം CPM വിട്ട് കേരളത്തിൽ ഇനിയും വരും ദിവസങ്ങളിൽ ഒരുപാട് ആളുകൾ വരാനുണ്ട്. അപ്പൊ CPMന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും അവരെ അകന്നു കഴിഞ്ഞ് ശ്രീ ബിനോയ് പറയുന്നത് കേട്ടില്ല. വിസ്മയം ഉണ്ടാവുമോ കേരളത്തിൽ? ഉണ്ടാവുമെന്നാണോ? ഒരുപാട് വിസ്മയം ഉണ്ടാവും. നിങ്ങളെല്ലാവരും പറഞ്ഞില്ല ഐഷ പോറ്റി വരുത്തില്ല, ഐഷ പോറ്റി അങ്ങനെ ഇങ്ങനെ. ഞങ്ങൾ എന്താ പറഞ്ഞ്? ആ ഐഷ പോറ്റിയെ കൊണ്ടുവന്ന ആളിൽ മുൻനിരയിൽ നിന്ന ആളാണ് ഞാനിപ്പോഴും പറയുന്ന മനു, കേരളത്തിലുള്ള ഈ സോഷ്യൽ മീഡിയ വർക്കല്ലാതെ CPMനെ ജനങ്ങൾ വെറുത്തു തുടങ്ങി. 9.25 വർഷം കിട്ടിയിട്ടും CPM ഇപ്പതാണ്ട് ഈ സെമി ഫൈനലായ തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ നടന്നിട്ട് പോലും CPM അവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറായിട്ടില്ല. ഇന്ന് ഓൾ ഇന്ത്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വീടുകളിൽ കയറുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അവർ കയറുന്നതിന് മുമ്പേ വാസുവിനെയും പത്മകുമാറിനെ അങ്ങ് പുറത്താക്കി വന്നത് അയ്യപ്പന്റെ വിഗ്രഹം കെട്ടവരെ ഞങ്ങൾ പുറത്താക്കിയിട്ട് നിങ്ങളടുത്ത് കയറുന്നു. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ജനം അംഗീകരിക്കും. പിന്നെ അവരെ ട്രോൾ ചെയ്തിട്ടൊന്നും കാര്യമില്ല. അവരെ ട്രോള് കേരള ജനത മനസ്സിലാക്കി കഴിഞ്ഞു. അവരെ കേരളം എടുത്ത് പുറത്തു കളയുവാൻ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവരെ ട്രോൾ ചെയ്യുന്നു. ഇന്ന് ഷാനിമോൾ ഉസ്മാന് എതിരെ പോസ്റ്റ് ഇടുന്നു. CPM ഈ അടുത്തൊന്നും CPMൽ ഒരാളും പോകാൻ ഒരു സാധ്യതയില്ല. കാരണം അത് മുങ്ങിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കപ്പല. ആ കപ്പിത്താൻ മോശമായ ഒരു കപ്പിത്താനാണ്. ഈ കപ്പല് മുങ്ങില്ലെന്ന് പറഞ്ഞവർ തന്നെ ആ കപ്പലിനെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഷാജി കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ബിനോയ് പറഞ്ഞത് ശ്രീ ഷാജി കേട്ട് കാണുമല്ലോ. ഷാജി. ഹലോ നമസ്കാരം. നമസ്കാരം. അല്ലെ, എനിക്ക് നമ്മുടെ നാട്ടുകാരനാണ് സുഹൃത്ത്. നമസ്കാരം സുഹൃത്തിന്. അല്ല, ആ സുഹൃത്തിന് വിസ്മയം കണ്ടോണ്ടിരിക്കാം. പക്ഷേ വിജയം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരിക്കും. കാരണം ഈ പിന്നെ കോർപ്പറേഷൻ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM അല്ലെങ്കിൽ ഇടതുമുന്നണി പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടായില്ല. UDFന് ഇച്ചിരി മേൽക്കൈ ഉണ്ടായി, അത് സത്യം തന്നെയാണ്. പക്ഷെ ഇവരിങ്ങനെ അങ്ങ് അറമ്മാദിക്കാനും വേണ്ടിയിട്ടുള്ള വിജയമൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ 60 സീറ്റിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം നിലവിലുള്ള റിസൾട്ടും പ്രകാരം ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 5000-ൽ താഴെ സീറ്റുകളിൽ മാത്രമാണ് 1000-ഉം 1500-ഉം 2000-ഉം അല്ലെങ്കിൽ 500-ഉം ഒക്കെ സീറ്റുകളിലാണ്. ബാക്കിയുള്ള കുറെ 10-15 സീറ്റിലെങ്ങാണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് എന്താണ് ഇപ്പൊ CPMനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ആദ്യമൊന്നുമല്ല. ഞങ്ങൾ നിരന്തരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. പിന്നെ എന്ത് ചെയ്തു, 9.5 വർഷം എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നവരോട് കൈകൂപ്പി നമോഭാഗം പറയാനേ നമുക്ക് പറ്റുക. അവരൊക്കെ താഴോട്ട് നോക്കി നടന്നതുകൊണ്ടായിരിക്കാം നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊന്നും കാണാതെ പോയത്. ഉമ്മൻചാണ്ടിയും UDFും കളഞ്ഞു പോയി എന്തെല്ലാം പദ്ധതികൾ കേരള സർക്കാർ നടപ്പിലാക്കി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ. അതൊന്ന് പവർ കട്ട് ഉണ്ടോ? പവർ കട്ട് എന്ന് പറയുന്ന ഈ പറഞ്ഞ ബിനോയ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ വീട്ടിൽ സർക്കാരിന്റെ പിന്നെ നേട്ടമല്ല, പിന്നെ ആരുടെ നേട്ടമാ? പവർ കട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ഒരു യൂണിറ്റ് അധിക വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ടോ? കേന്ദ്രത്തിന്റെ പൂളിൽ നിന്ന് 85% വൈദ്യുതി വാങ്ങിക്കുന്ന നമ്മൾ ഈ നാട്ടിൽ പവർ കട്ട് ഇല്ലെന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിൽ വാങ്ങിക്കുന്നുണ്ടല്ലേ? പിന്നെ മനു, എനിക്ക് സമയമില്ല ഇതിന്റെ ഇടയ്ക്ക് കയറി തടസ്സപ്പെടുത്തരുത്. ഈ ഇടമൺ ഹൈവേ പിന്നെ പവർ ഹൈവേ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്തെല്ലാം പറഞ്ഞു. ഞാൻ അങ്ങയോട് ഒരു ചോദ്യം സിമ്പിളായി അല്ല, ഞാൻ അങ്ങേ എതിർക്കാനൊന്നുമല്ല, ഞാൻ തർക്കിക്കാനുമല്ല. ഞാൻ ഈ പവർ കട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ ചോദിച്ചു, കേരളം 80% പവർ പുറത്തുനിന്നാണോ വാങ്ങിക്കുന്നത്? എത്രയായാലും ഞാനിപ്പോ കൂടംകുളം പോലുള്ള ആണവോർജ്ജ കേന്ദ്രങ്ങളിൽ നിന്ന് പവർ കേരളത്തിലേക്ക് വരുന്നുണ്ടോ? ഇതിനെ തടയാൻ പോയത് ആരാണ്? പദ്ധതികൾ പൂർത്തിയാക്കിയപ്പോഴല്ലേ ഈ പവർ വന്നു തുടങ്ങിയത്?
കഴിഞ്ഞ 9 വർഷക്കാലമായിട്ട് ഈ ബിനോയ് എന്ന് പറയുന്ന സുഹൃത്തിന്റെ സഹോദരന്റെ വീട്ടില് ഒരു 9 വയസ്സുള്ള കുട്ടി ഉണ്ടെങ്കിൽ അവർ പവർ കട്ട് അല്ല, ഞാൻ അതിന്റെ മറുപടിയാ, ഞാൻ അത് ഇങ്ങനെ ഒരു ആശയം എന്ന് എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. പവർ കട്ട് 9 വർഷം മുമ്പ് ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ 80% പവർ സംസ്ഥാനത്തിന് പുറത്തു നിന്നാണ്, കേന്ദ്രത്തിന്റെ പൂളിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നത്? അത് ഈ രാജസ്ഥാനിലെ ആറ്റമിക് റിയാക്ടറിൽ നിന്നും അതുപോലെ കൂടംകുളത്ത് നിന്നും ഒക്കെ ഉൾപ്പെടെ വരുന്നു. അതുകൂടാതെ താപവൈദ്യുതി നിലയങ്ങൾ കേരളത്തിന് പുറത്തുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പൊ കേരളത്തിൽ ഒരു അതിവൈദ്യുതി ഉണ്ടായിട്ടില്ല. നമ്മളിത് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൊണ്ടുവരാതിരിക്കാൻ എന്തെല്ലാം മാർഗങ്ങളോടെ ചെയ്തു? അത് അന്ന് ഈ പദ്ധതികളെല്ലാം തടഞ്ഞതാരാണ്? ഈ കൂടംകുളം ആണവ ഊർജ്ജ പദ്ധതി തടഞ്ഞതാരാണ്? അതുപോലെ ആണവ റിയാക്ടറുകൾ വന്നാൽ വലിയ പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞ് തടഞ്ഞതാരാണ്? ഈ പവർ ഹൈ വന്നതിന് തടഞ്ഞതാരാണ്? എനിക്കൊന്നില്ല, പവർ കട്ട് ഒരു നേട്ടമായി പറയുന്നതിൽ കാര്യമുണ്ടോ എന്ന് എനിക്കൊരു സംശയമാണ്. പക്ഷെ അത് അങ്ങ് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അത് കൃത്യസമയത്ത് അല്ല ഷാജി, അത് വാങ്ങിച്ച് ഇവിടെ ആളുകൾക്ക് അതിന്റെ ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിന്റെ ഒരു ഗുണം പറയും. ഈ വൈദ്യുതി മന്ത്രി എന്റെ നാട്ടുകാരനാണ്, എനിക്ക് വളരെ അടുത്ത സ്നേഹമുള്ള ഒരാളാണ്. നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, അതിന്റെ ഡാറ്റ എന്റെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. ശരി ഞാനിങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോ അങ്ങനെയാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, ഈ 9.5 വർഷം പിന്നെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാലേ, പിന്നെ ഈ കൂടെ പറയുന്നുണ്ടല്ലോ ശബരിമലയിലെ വിഷയം ആരെ പിടിക്കുന്നതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് CPM-ന് യാതൊരു ശങ്കയും ഇല്ല. അത് പിടിച്ചോട്ടെ, അത് SIT സ്വതന്ത്രമായ അന്വേഷണം നടത്തുന്നുണ്ട്. എന്തിനാണ് ഈ പോറ്റിയെ നമ്മുടെ ഇദ്ദേഹത്തെ പിടിച്ചപ്പോഴത്തേക്ക് പലരും പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയും അതിനെതിരെ സമരം നടത്തുകയൊക്കെ ചെയ്യുന്നത്? അത് നമ്മൾ കാണാതെ പോകരുത്. അതോടൊപ്പം തന്നെ വാജീശില്പം വാജീവാഹനം എടുത്തു കൊടുത്തതും ആരാണെന്നൊക്കെ ഇപ്പം വ്യക്തമായി വരുന്നുണ്ട്. അത് ഇനി അന്വേഷണം ഏത് തലത്തിലേക്കൊക്കെ പോകും. ഒരു കാര്യം വ്യക്തമായിട്ട് അടിവരയിട്ട് പറയാം, ഇവിടെ വികസനവും ജനോപകാരപരമായിട്ടുള്ള പ്രവർത്തനവുമാണ് മുന്നിൽ നിർത്തി ഇലക്ഷനെ നേരിടുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കും. അല്ലാതെ അപവാദ പ്രചാരണത്തിന് എടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPM-ന്റെയും പ്രവർത്തകര് ആദ്യമായിട്ടല്ല ജനങ്ങളിലേക്ക് ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ട്, അതാത് പ്രവർത്തകരും ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് പറ്റിയത്, ഞങ്ങൾക്ക് ഇന്ന ഭാഗങ്ങളിൽ തോൽവി സംഭവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ, കൊല്ലം കോർപ്പറേഷൻ, അതുപോലെ തന്നെ പ്രധാനമായിട്ടും കാണുന്നത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. ഇവിടെയൊക്കെ ജനങ്ങളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറങ്ങി എവിടെയാണ് പാകപ്പെടുകയെന്ന് നേരിട്ട് ചോദിക്കുന്നത് വലിയ അപവാദമാണോ? ഇത് പെൻഷൻ കൊടുത്തില്ലേ? ഈ കഴിഞ്ഞ 9 വർഷക്കാലം ഇവിടെ നടന്ന മഹാമാരിയും മഹാവ്യാധിയും ഒന്നും അറിഞ്ഞില്ലേ? മറന്നുപോയോ ഇത്ര പെട്ടെന്ന് ഈ പറയുന്ന സുഹൃത്തുക്കൾ? ഇവരൊക്കെ ആ സമയത്ത് ഇതിനെ ഇല്ലാതാക്കുന്നതിനും ഇതിന്റെ ചെയിനൊക്കെ ബ്രേക്ക് ചെയ്യുന്നതിനും എന്തെല്ലാം നാടകങ്ങളിലൂടെ നടത്തിക്കൂട്ടി, ജനങ്ങൾ മറന്നുപോയോ? ശരി, വ്യക്തമാണ്, അങ്ങ് പറഞ്ഞതെല്ലാം കൃത്യവുമാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് ഇറങ്ങും എന്നാണ് ശ്രീ ഷാജി പറയുന്നത്. അപ്പോൾ ഉസ്മാൻ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്, കായംകുളത്തും. ശ്രീ ഉസ്മാൻ. ഹലോ. സാറേ, ഞാൻ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് DD സതീശൻ ഇപ്പം വിസ്മയം കണ്ടുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയും തങ്ങളും കൂടെ ഇപ്പം വിസ്മയം കണ്ട് നടക്കുകയാണ്. കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഞാൻ കാണുന്നില്ല. അതിന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സർപ്രൈസ് സ്ഥാനാർത്ഥിയെ തേടി നടക്കുകയാണ്. പിന്നെ കനകാല് പറയുന്നത് 89 സീറ്റ് കിട്ടും, കോൺഗ്രസ്സുകാർ പറയുന്നത് 100 സീറ്റ് കിട്ടും. പിന്നെ ഉസ്മാൻ ഒന്നും പറഞ്ഞില്ല. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ എന്റെ വിശ്വാസം. എത്ര സീറ്റ് കിട്ടുമെന്ന് പറയുന്നില്ല, എത്ര സീറ്റ് കിട്ടുമെന്ന് പറയുന്നില്ല. 2 സീറ്റ് കുറഞ്ഞാലും ഇതിലോട്ട് വരും. പിന്നെ ഇവര് കേരള കോൺഗ്രസിന്റെ പുറകെ നടക്കുന്നത്. അതിന്റെ കാര്യം ഉസ്മാൻ പറയുന്നത് ഈ ഐഷ പോറ്റി പോയതൊന്നും കണക്കാക്കണ്ട, കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ ശക്തി തന്നെയാണെന്നാണ് അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇപ്പൊ സതീശൻ എത്ര തുള്ളിയാലും കാര്യം നടക്കത്തില്ല. ശരി, വ്യക്തം. ഓക്കെ. ശ്രീമതി ജയ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജയ. നമസ്കാരം മനു. നമസ്കാരം. രാഷ്ട്രീയ ട്രോളുകൾ പരിധി വിടുന്നോന്നാണ് ക്യാപ്ഷൻ. അത് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ എടുത്താൽ പോരെ, ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ എടുക്കാൻ പോകുന്നത്? ജനങ്ങൾക്കൊരു സംശയമുണ്ടോ, ഏതാണ് ശരി ഏതാ തെറ്റ്, ആര് പാർട്ടി മാറി, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഷാനിമോൾ ഉസ്മാൻ പാർട്ടി വിട്ടു എന്നൊക്കെ പറഞ്ഞങ്ങ് പ്രചരിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ CKP പത്മനാഭൻ പാർട്ടി വിട്ടു കോൺഗ്രസ്സിലെത്തി എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ BJP-യിലേക്ക് ചിലർ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ
അത് മൊത്തത്തിലൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വഴിവെക്കുന്നു, അതോ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് യുക്തിബോധത്തോടെ ചിന്തിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമാണോ ഉള്ളത് ശ്രീമതി ജയ? തീർച്ചയായിട്ടും യുക്തിപൂർവ്വം അവർ ചിന്തിച്ചോളും. കാരണം ഷാനിമോൾ ഉസ്മാൻ ഒന്നും ഒരിക്കലും CPM-ലോട്ടൊന്നും പോകത്തില്ല. അവർ അടിയുറച്ചൊരു കോൺഗ്രസ്സുകാർ തന്നെയാണ് എന്നെ പോലെ. അപ്പൊ അതുകൊണ്ട് അവർ പോകത്തില്ല. എനിക്കിപ്പോ ഇവിടെ നമുക്ക് വെള്ളപ്പൊക്കം വന്നാൽ ഞാൻ അതിന്റെ മേളിൽ നിൽക്കാനേ ശ്രമിക്കും. ഓടിപ്പോയി അങ്ങ് CPM-ലോ അല്ലെ BJP-ലോ ഞാൻ പോകത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഫൈറ്റ് ചെയ്താ ഞാൻ നിൽക്കുന്നത് എന്റെ ഭർത്താവുമായിട്ട്. എന്റെ ഭർത്താവും എന്റെ മോനും BJP-ക്കാരാണ്. അവരുടെ എത്ര ഫൈറ്റ് ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുന്നു. അങ്ങനെയുള്ള കോൺഗ്രസ്സുകാര് അവരവരുടെ പാർട്ടിയിൽ പോകത്തില്ല മനു. അത് ഉറപ്പായിട്ടും ഷാനിമോൾ ഉസ്മാനെ പോലുള്ളവരൊന്നും, അവരൊരു MLA ഒക്കെ ആയിട്ടിരുന്ന ഒരു സ്ത്രീയല്ലേ, അവരൊരിക്കലും പോകത്തില്ല. പിന്നെ ആയിഷ പോറ്റി വന്നതിനെ കുറിച്ച് ഇവര് പറയുമ്പോ സരീനൊക്കെ എന്താ ചെയ്തത്? സരീന്, KV തോമസ്, പിന്നെ പത്മജ വേണുഗോപാൽ, ഇവരൊക്കെ നമ്മുടെ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരാ. ഇവരൊക്കെ പോയില്ലേ? അപ്പം ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ അവരവരുടെ വ്യക്തിത്വം അനുസരിച്ച് ട്രോളും. അത് നമ്മളിപ്പം കണ്ടില്ല കേട്ടില്ല എന്നങ്ങ് വെച്ചാൽ മതി മനു. ശരി, വ്യക്തമാണ്, കൃത്യവുമാണ്. അപ്പോൾ മനോജൻ KV എന്നോട് ചോദിക്കുന്നത്, ഇപ്പോഴത്തെ കുട്ടികളോട് പവർ കട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ, അത് ആരുടെ നേട്ടമാണ് എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോഴും സംസ്ഥാനത്തിന് പുറത്ത് നിന്ന് വൈദ്യുതി വാങ്ങുന്ന ഒരു സംസ്ഥാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈദ്യുതി മന്ത്രി എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. K. കൃഷ്ണൻകുട്ടി നല്ല മനുഷ്യനാണ്. പക്ഷേ വൈദ്യുതി ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പലപ്പോഴും അതിനുള്ള സംവിധാനം കേരളത്തിലില്ല. പിന്നെ ആണവ റിയാക്ടർ ആളുകളാണ് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ വൈദ്യുതി ഉണ്ടാക്കാനുള്ള ഒരു രീതി. പലപ്പോഴും അതിനെതിരെ ഒക്കെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നടന്ന് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കൂടംകുളത്തൊന്നും അതുപോലെ ഒക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വൈദ്യുതികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൂടുതൽ വൈദ്യുതി നമ്മൾ വാങ്ങുന്നത് താപ വൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പ്രയാസം, അത്തരം വൈദ്യുതി നിർമ്മാണ കേന്ദ്രങ്ങൾ വരുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾ സഹിക്കാതെ മറ്റു സംസ്ഥാനങ്ങളാണ് സഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തു നിന്ന് നമ്മൾ വൈദ്യുതി വാങ്ങിക്കുന്നു, കൃത്യസമയത്ത് വാങ്ങിക്കുന്നു എന്നതാണ് അതിലൊരു കാര്യം. അതിൽ കരാറിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ഈ അടുത്ത്. അത് നേരത്തെ നമ്മൾ ഒരു ചുരുങ്ങിയ വിലയ്ക്ക്, നേരത്തെ ഉള്ളൊരു വിലയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ആ കരാർ റദ്ദാക്കുകയും പുതിയ കരാറിലേക്ക് നീങ്ങേണ്ട സാഹചര്യം വന്നപ്പോൾ കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കേണ്ട ഒരു സാഹചര്യമാണ് നമ്മൾ. അപ്പോൾ മനോഹരമായി വാങ്ങിക്കുന്നതിനപ്പുറത്തേക്ക് അതിൽ വേറെന്തെങ്കിലും നേട്ടമുണ്ടോ എന്നെനിക്കറിയില്ല. അതാണ് ഞാൻ മനോഹരൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു അഭിപ്രായം എന്ന നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ CPM സർക്കാരിനെതിരൊന്നുമല്ല. അപ്പോൾ ശിവശങ്കരൻ എന്നോട് പറയുന്നു, LDF മാത്രമാണോ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്, മറ്റു പാർട്ടികളൊക്കെ മൃഗങ്ങൾക്കിടയിലാണോ പ്രവർത്തിക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുന്നു. അപ്പോൾ അബ്ദുള്ള എന്നോട് ധർമ്മടം അൻവർ എന്ന് പറഞ്ഞ് കൈ കാണിക്കുന്നത്. അപ്പോൾ ധർമ്മടം അൻവറിനും അബ്ദുള്ളയ്ക്കൊക്കെ എൻ്റെ നമസ്കാരം. CPM-ന് ഭാഗമായുള്ള അവർ ആരെങ്കിലും പൊതുവേദിയിൽ വിളിച്ചാൽ ഇഴകീറി അവരെ പരിശോധിക്കും. മുമ്പത്തെ സർക്കാരിനെയും ഈ സർക്കാരിനെയും താരതമ്യം ചെയ്യുമ്പോൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും എന്ന് എന്നോട് മനോഹരൻ KV പറയുന്നു. ഞാൻ ആരെയും ഇഴകീറി പരിശോധിക്കാറില്ല. CPM-കാരാണ് എന്നെ ഇഴകീറി പരിശോധിക്കാറ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇതിന് സ്വാഭാവികമായി എൻ്റെ ഒരു സംശയം, എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ കൊല്ലത്ത് നിന്ന് വിളിച്ച ഷാജി. മാത്രമല്ല നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്, ഈ യൂട്യൂബിൽ എന്നും കമൻ്റ് ഇടുന്നയാളാണ്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം വെച്ച് ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ. ഞാൻ ആകെ ഇഴകേറി പരിശോധിക്കാറ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വാക്തർക്കത്തിൽ ഏർപ്പെടാറുള്ളത് എന്നെ ആക്രമിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ പ്രതിരോധിക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. സാധാരണ CPM-കാർ എന്തെങ്കിലും പറയുമ്പോൾ അത് മറുപടി പറയാൻ കോൺഗ്രസ്സുകാർ വരികയും അങ്ങനെ ചെയ്യുന്ന രീതിയാണുള്ളത്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഒരു സംശയം എന്ന നിലയിൽ എനിക്കും കൂടി അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. പെൻഷൻ കൂട്ടിയവരെ അത് വളരെ വലിയൊരു കാര്യമാണ് എന്ന് എന്നോട് സൂര്യൻ കൃഷ്ണൻ പറയുന്നത്. അത് നല്ല കാര്യമാണ്. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന നിലയിൽ, ക്ഷേമരാജ്യം എന്ന നിലയിൽ അത്തരം കാര്യങ്ങൾ നല്ലതാണ്. പിണറായി ഒഴിച്ച് 139 സീറ്റ് LDF നേടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ജയകുമാർ പരിഹസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് സീറ്റ് ഇത്ര കിട്ടും അത്ര കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അജയകുമാർ ചങ്ങനാശ്ശേരിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ അജയകുമാർ, കേൾക്കുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. രാഷ്ട്രീയ പാർട്ടി വിട്ട് കൂട് തേടുന്നവർ കേരളത്തിൽ കൂടിക്കൂടി വരികയാണോ ശ്രീ അജയകുമാർ? കൂടുകയാണോ കുറയുകയാണോ നമുക്ക് അത്ര കൊണ്ട് പറയാൻ പറ്റുന്നില്ല. പക്ഷെ ആൾക്കാർ മാറുന്നുണ്ട്. ഈ ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു മുന്നണി തന്നെ മാറുന്നത് അത് പലപ്പോഴും നമ്മൾ കണ്ടതാണ്. ഇപ്പം KM മാണിയുടെ ഗ്രൂപ്പ് UDF-ൽ നിന്ന് LDF-ൽ പോയി തിരിച്ചിങ്ങോട്ട് വരുമെന്നുള്ള അഭ്യൂഹങ്ങൾ കേൾക്കുന്നു. അതിന്റെയൊക്കെ ചർച്ചകൾ നടക്കുന്നുള്ളതായിട്ടാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ പറയുന്നത്. അത് വിശ്വസിക്കാതിരിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ വ്യക്തികൾ മാറുന്നതിനോടാണ് ചിലപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത്. ഇപ്പൊ തന്നെ കൊട്ടാരക്കര ഒരു വിഷയം എടുത്തു കഴിഞ്ഞാൽ 3 പ്രാവശ്യം ശ്രീമതി ഐഷ പോറ്റി അവിടെ MLA ആയിരുന്നു.
ശ്രീമതി ഐഷാപ്പറ്റിയുടെ ആദ്യത്തെ ദിവസത്തെ പത്രസമ്മേളനം തന്നെ ഞാൻ ശ്രദ്ധിച്ചതാണ്. വളരെ കൃത്യമായിട്ട് ഞാനതൊന്ന് മനസ്സിലാക്കാനും ശ്രമിച്ചതാണ്. അവർക്ക് വലിയ രാഷ്ട്രീയ പരിചയമൊന്നുമില്ലായിരുന്നു. നല്ലൊരു വക്കീലായിരുന്നു. അവരുടെ കുടുംബമൊക്കെ രാഷ്ട്രീയപരമായിട്ടൊക്കെ CPM-യുടെ ആഭിമുഖ്യം പകർത്തിയിരുന്നതായിരുന്നു. നല്ലൊരു പ്രാസംഗികയല്ല ഞാൻ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയെല്ലാം ഡിസ്ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ടും അവര് കൊട്ടാരക്കരയിൽ നിർത്തി ജയിപ്പിച്ചത് ഒരു പ്രസ്ഥാനമാണ്, ഒരു പാർട്ടിയാണ്. ആരും ആയിക്കോട്ടെ, അത് BJP പക്ഷെ അവര് അങ്ങനെ ജയിച്ചല്ലേ 2006 കരുത്തരായ R ബാലകൃഷ്ണ പിള്ളയാണ് പരാജയപ്പെടുത്തിയത്. ആണു എന്ന് പറയുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു സ്വതന്ത്രമായിട്ട് നിന്നത് ജയിക്കണം, ഒരു പാർട്ടിയുടെയും സ്വാധീനമില്ലാതെ. അപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ പിന്നിലുള്ളത് കൊണ്ട് അത് ആരായാലും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ഒരിക്കലുമല്ല. പക്ഷേ നമ്മളത് കാണുമ്പോൾ 3 പ്രാവശ്യം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച പാർട്ടി പ്രവർത്തകരില്ലേ, അവര് വെളിയിൽ വരാൻ പറയുന്ന സമയം അതിക്രമിച്ചുകൊണ്ടാണ് ശ്രീ അജയ്കുമാർ, നമുക്ക് അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണല്ലോ, അപ്പോൾ നമുക്ക് ഒന്ന് വിശദമായി പിന്നൊരു ദിവസം സംസാരിക്കാം. 2 പ്രേക്ഷകർക്ക് കൂടിയുണ്ട്. സന്തോഷ് മാവേലിക്കരയിൽ നിന്ന് വിളിക്കുന്നു. സന്തോഷ്, പിന്നെ സന്തോഷിന്റെ വീട് മാവേലിക്കരയിൽ എവിടെയാണ്? ആ, ഓക്കെ. അപ്പോൾ സന്തോഷ്, നമുക്ക് സമയം വൈകിയത് കൊണ്ടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ പ്രചാരണങ്ങളെ എങ്ങനെ കാണുന്നു ചുരുങ്ങിയ വാക്കുകളിൽ? ഇവരെന്ത് തെറ്റുകൾ കാണിച്ചാലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ സർക്കാരിനുള്ളത്. ആണോ? അതുപോലെ തന്നെ നമ്മുടെ വിഷ്ണു പ്രഭു എന്ന ഒരു പയ്യന്റെ കാര്യമാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഹലോ, ഒരു അധ്യാപകൻ നിമിത്തം ആത്മഹത്യ ചെയ്ത പയ്യൻ, ഇങ്ങനെ ഒരുപാട് തെറ്റുകൾക്ക് ഒരു കൂട്ടു നിൽക്കുന്നത്. അത് ശരി. അപ്പോൾ ശരി, വ്യക്തമാണ്. അപ്പോൾ ശ്രീ മുഹമ്മദ് മഞ്ചേരി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ, അദ്ദേഹത്തിന് ശ്രീ മുഹമ്മദ് മഞ്ചേരി, അങ്ങ് സാധാരണ തുടക്കത്തിൽ വിളിക്കുന്ന ആളാണ്, ഇപ്പോൾ ഏറ്റവും അവസാനമാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഒരു ഒറ്റ വരിയിൽ അവസാനിപ്പിക്കാം. നമസ്കാരം മനു സാറേ. നമസ്കാരം. ഞാൻ പറയാൻ പോവുകയാണ്. പിന്നെ 10-9 കൊല്ലമായി അവര് UDF പുറത്തിങ്ങനെ നടക്കൽ തുടങ്ങിയിട്ട് ഒരു പണിയും കാര്യമൊന്നുമില്ല. അപ്പൊ ഒന്നും കിട്ടി വിസ്മയം എന്നൊക്കെ നമുക്ക് സമയം അതിക്രമിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങ് ഇടതുപക്ഷ അധികാരത്തിൽ തുടരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്, അതെനിക്കറിയാം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ഇന്ന് ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുകയാണ്. പക്ഷേ അതേസമയം വ്യാജ പ്രചരണങ്ങളും തെറ്റായ വിവരങ്ങളും ഏറ്റവും വേഗത്തിൽ പടരുന്നൊരിടം കൂടിയാണ് അത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. വികാരങ്ങളെ ഉത്തേജിപ്പിച്ച് ഒട്ടേറെ തരത്തിൽ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടുകൂടി കൂടി വരുന്നു. കാണുന്നതെല്ലാം വിശ്വസിക്കാതെ, കേൾക്കുന്നതെല്ലാം പങ്കുവെക്കാതെ നമ്മൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ശക്തി വോട്ടറാണ്. വ്യാജ പ്രചാരണങ്ങളെ അന്ധമായി പിന്തുടരാതെ രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളും പ്രവൃത്തികളും വിലയിരുത്തി തീരുമാനമെടുക്കാനുള്ള ഒരു ബോധമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ നാട്. അതാണ് ശക്തമായ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനവും. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.